രാജാവിൻ രാജാവെഴുന്നള്ളുന്നു, ദേവന്റെ ദേവൻ എഴുന്നള്ളുന്നു. മലർവീഥി ഒരുക്കി മാലാഖമാർ, പുൽമെത്ത വിരിച്ചു ഇടയന്മാർ. രാജാവിൻ രാജാവെഴുന്നള്ളുന്നു, ദേവന്റെ ദേവൻ എഴുന്നള്ളുന്നു. മലർവീഥി ഒരുക്കി മാലാഖമാർ, പുൽമെത്ത വിരിച്ചു ഇടയന്മാർ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാന്തരാത്രി തിരുരാത്രി, പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി. വിണ്ണിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി. ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു. പുൽക്കുടിയിൽ കൽത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ്മ ദിനം. പുൽക്കുടിയിൽ കൽത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ്മ ദിനം. ഒരു മണ്ണിലെ ഇടയന്മാരെ, പാടുവിണ്ണിലെ മാലാഖകളെ. ഒരു മണ്ണിലെ ഇടയന്മാരെ, പാടുവിണ്ണിലെ മാലാഖകളെ. പാടും തമ്പുരുവും കിന്നരവും താളവുമായി, പാടും തമ്പുരുവും കിന്നരവും താളവുമായി. പാലൊളി തൂകിയ പാതിര നേരത്തു പാലിടെ പിറന്നോനെ. പാപങ്ങൾ പോക്കണി, ഭീതികൾ തീർക്കണി, ധരണിയിൽ അധിപതിയേ. പാലൊളി തൂകിയ പാതിര നേരത്തു പാലിടെ പിറന്നോനെ. പാപങ്ങൾ പോക്കണി, ഭീതികൾ തീർക്കണി, ധരണിയിൽ അധിപതിയേ. സുരഗണം പാടട്ടെ, നരഗണം കൂടട്ടെ, പരിശുദ്ധനേശുവെ വാഴ്ത്തിടട്ടെ. സുരഗണം പാടട്ടെ, നരഗണം കൂടട്ടെ, പരിശുദ്ധനേശുവെ വാഴ്ത്തിടട്ടെ. പാപത്തിൻ ബലിയായി നീതിയിൻ സുതനായി ദേവനെ പിറന്നോനെ. കളങ്കങ്ങൾ കഴുകിടണേ. പാപത്തിൻ ബലിയായി നീതിയിൻ സുതനായി ദേവനെ പിറന്നോനെ. കളങ്കങ്ങൾ കഴുകിടണേ. മണ്ണിൽ ദീപം തെളിച്ചവനാരോ, ആരോ ആരാരോ. പൂനില ഒരുക്കിയ ദീപം തെളിച്ചവനാരോ ആരാരോ. മണ്ണിൽ ദീപം തെളിച്ചവനാരോ, ആരോ ആരാരോ. പൂനില ഒരുക്കിയ ദീപം തെളിച്ചവനാരോ ആരാരോ. കണ്ണീടും സ്വർഗം ഭൂമിയിൽ നിങ്ങളീരാവിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണീടും സ്വർഗം ഭൂമിയിൽ നിങ്ങളീരാവിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തിങ്കൾ കിടാവോ പുന്നാരമുത്തോ, ദാവീദിൻ വംശജനോ. തിങ്കൾ കിടാവോ പുന്നാരമുത്തോ, ദാവീദിൻ വംശജനോ. ദൈവം പിറക്കുന്നു മനുഷ്യരുടെ ബത്ലേഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്നിതാവിൻ സുതൻ ജാതനായി, കന്യമേരിതൻ കൺമണിയായി. ഇന്നിതാവിൻ സുതൻ ജാതനായി, കന്യമേരിതൻ കൺമണിയായി. ചെമ്പകപ്പൂമരക്കൊമ്പുകളിൽ അമ്പിളിക്കലമല്ലു ഞാലുകെട്ടി. ചെമ്പകപ്പൂമരക്കൊമ്പുകളിൽ അമ്പിളിക്കലമല്ലു ഞാലുകെട്ടി. ഇമ്പമായി ഗാനങ്ങൾ മൊളി മൊളി മന്ദമാരുതനൂഞ്ഞലിനാടി. ഇമ്പമായി ഗാനങ്ങൾ മൊളി മൊളി മന്ദമാരുതനൂഞ്ഞലിനാടി. ഇന്നിതാവിൻ സുതൻ ജാതനായി, കന്യമേ
സുതൻ ജാതനായി കന്യമേരിതൻ കൺമണിയായി. എല്ലാ വർഷവും ഈ അന്തേവാസികളെ ക്രിസ്തുമസിൻ്റെ സന്ദേശങ്ങൾ അറിയിച്ചുകൊണ്ട് സമ്മേളിക്കുന്ന വാർഷിക സമ്മേളനമാണ് ഇവിടെ ആരംഭിക്കുക. എല്ലാ വർഷവും നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ തുടർച്ച എന്നോണം ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ സമ്മേളനത്തിൽ ആഗതരായിരിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഞാൻ മംഗളങ്ങൾ നേരുന്നു. നമ്മൾക്ക് ഇതിൻ്റെ സ്ഥാപനത്തിന് നേതൃത്വം കൊടുത്ത ദിവന്യാസസ് പിതാവിനെ നന്ദിയോടെ ഓർക്കാം. സർവീസ് ചെയ്തിരുന്ന ആരംഭം കുറിച്ച സിസ്റ്റർ ഫെലീഷ്യയെ ഓർക്കാം. ഈ അടുത്ത ഇടയ്ക്ക് ഇതിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന ജോർജ് പൊക്കത്തായിൽ അച്ഛൻ്റെ നിര്യാണത്തിൽ അദ്ദേഹത്തെ നമുക്ക് ഓർക്കാം. അനേകം ഉപകാരികൾ ഇതിൻ്റെ സേവനത്തിന് പിൻപിൽ കൈത്താങ്ങായി നമ്മുടെ മുൻപിലുണ്ട്. ആ ഉപകാരികൾ ഈ വർഷങ്ങളിലെല്ലാം വളരെ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വർഷം നമുക്ക് ഉപകാരികളായിരുന്നവരെ അവരുടെ വലിയ കൈത്താങ്ങും സ്നേഹവും പങ്കുവയ്ക്കലുമാണ് ഈ സ്ഥാപനത്തിൽ നടത്തുവാൻ ഏറെ സഹായിക്കുന്നത്. അങ്ങനെ എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് മൺമറിഞ്ഞു പോയവരെ ഓർത്തുകൊണ്ട് ഇവിടെ സർവീസ് ചെയ്യുന്നവരെ ഓർത്തുകൊണ്ട് ഉപകാരികളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഈ സമ്മേളനം ആരംഭിക്കാം. പ്രാർത്ഥന ഗാനം ആലപിക്കുന്നു ഈ ഭവനത്തിലെ അന്തേവാസി കൂടിയായ ശ്രീ ബാബു. സത്യനായക മുക്തിദായക പുൽത്തുഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക പുൽത്തുഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാലാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാലാണോ സത്യനായക മുക്തിദായക പുൽത്തുഴുത്തിൻ പുളകമായ സ്നേഹഗായക
ശ്രീയേശുനായക അന്വേഷിച്ചാൽ കണ്ടെത്തിടും പുണ്യതീർത്ഥമേ സാഗരത്തെ തിരയെ വെണ്ണ കർമ്മകാണ്ഡമേ നിന്മനം കേട്ടലിഞ്ഞിടാത്ത മനമാണോ നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ സത്യനായക മുക്തിദായക പുൽത്തുഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. നമ്മുടെ ഈ സമ്മേളനത്തിൽ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് വയനാട് ജില്ലാ കളക്ടറാണ്. കളക്ടർക്ക് ഉടനെ ഒരു പരിപാടിക്ക് പോകേണ്ടതുള്ള പരിപാടികളുടെ ഓർഡറെല്ലാം തെറ്റിച്ചുകൊണ്ട് തന്നെ എല്ലാവരെയും ഒറ്റ വാക്കിൽ ആത്മാർത്ഥമായിട്ട് ഈ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായിട്ട് വയനാട് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് IAS അവർകളെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഏറ്റവും അഭിമന്യനായ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലിത്ത പിതാവ്, ആമുഖ പ്രഭാഷണം നടത്തുന്ന റെവറൻഡ് ഫാദർ ജെയിംസ് നെല്ലിപ്പറമ്പിൽ, സ്വാഗതം ആശംസിച്ച ശ്രീ റോയ് കയ്യാലത്ത്, ഇവിടെ വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, തപോവനത്തിലെ അന്തേവാസികളെ, ശുശ്രൂഷ ചെയ്യുന്ന വൈദികർ, സിസ്റ്റർമാരെല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടി നമസ്കാരം. നിറഞ്ഞ മനസ്സോടെയാണ് തപോവനത്തിൽ ഇന്ന് ആചരിക്കുന്ന ഈ ക്രിസ്മസ് ആഘോഷത്തിൽ നിങ്ങളോടൊപ്പം അല്പസമയം പങ്കാളിയാകുന്നത്. ഇന്ന് രാവിലെ വളരെ അത്യാവശ്യമായി ചില ഔദ്യോഗിക ആവശ്യങ്ങൾ വന്നെങ്കിലും തപോവനത്തിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം നഷ്ടപ്പെടരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അല്പസമയമെങ്കിലും ഇതിൻ്റെ തുടക്കത്തിലെങ്കിലും ഒപ്പം നിങ്ങളുടെ കൂടെ ചെലവഴിച്ച് മടങ്ങി പോകണമെന്ന് കരുതി നേരത്തെ പരിപാടിയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ ഓർഡർ തെറ്റിച്ച് സംസാരിക്കുന്നതിൽ ക്ഷമിക്കണം. ബഹുമാനപ്പെട്ട പിതാവിൻ്റെ അനുമതിയോടുകൂടി തുടങ്ങുകയാണ്. ബത്തേരി രൂപതയുടെ നേതൃത്വത്തിൽ ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കുറച്ചേറെ വർഷങ്ങളായി അശരണരായ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു ആശ്രയ കേന്ദ്രമായി തപോവനം പ്രവർത്തിച്ച് വരികയാണ്. നമ്മുടെ ലോകം അതിവേഗം വളരുന്ന ഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിൽ നമ്മുടെ സഹോദരീ സഹോദരന്മാരെ പറ്റി, അതല്ലെങ്കിൽ നമുക്ക് ചുറ്റും താമസിക്കുന്നവരെ പറ്റി നമുക്ക് ഓർക്കാനുള്ള സമയം കിട്ടാറില്ല. അതുമാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൽ തന്നെ താമസിക്കുന്ന അച്ഛനമ്മമാരെ പറ്റി, അതല്ലെങ്കിൽ മക്കളെ പറ്റി അവർക്ക് ആവശ്യത്തിന് സമയം കൊടുക്കാൻ കഴിയാതെ തങ്ങളുടെ തിരക്കുകൾക്കിടയിൽ ഓടി നടക്കുന്ന മക്കളെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഒരുപാട് വീടുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്തൊക്കെ മക്കളെല്ലാവരും ദൂരെ ആയതുകൊണ്ട് ഒറ്റയ്ക്കായി പോകുന്ന മാതാപിതാക്കളെയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവരെയെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു വർഷം ഒരു കുടുംബമായും ഒരു സമൂഹമായും നമ്മളെല്ലാവരും കണ്ടറിഞ്ഞ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനും അനുഭവങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നതിനും പുതിയൊരു വർഷത്തിലേക്കുള്ള നല്ല പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നതിനുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വർഷത്തിൻ്റെ അവസാനം ആചരിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ കാലം ചെലവഴിക്കാറുള്ളത്. ദൈവപുത്രൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരുപാട് വലിയ സന്ദേശങ്ങൾ കൂടി ഈ ആഘോഷം ലോകത്തിന് നൽകുന്നുണ്ട്. അത് ക്ഷമയുടെ സന്ദേശമുണ്ട്, പരസ്പരം അംഗീകരിക്കലിൻ്റെ സന്ദേശമുണ്ട്, വിശ്വാസത്തിൻ്റെ സന്ദേശമുണ്ട്. അതിനെല്ലാം അപ്പുറം ലോകത്തിന് നൽകുന്ന പ്രതീക്ഷയുടെ ഒരു വലിയ സന്ദേശമുണ്ട്. ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് നമ്മളെല്ലാവരും കഴിഞ്ഞ കുറേ വർഷങ്ങൾ അതിജീവിച്ച് വന്നവരാണ്.
നമുക്ക് മുമ്പ് പരിചയമില്ലാത്ത പ്രളയം നമ്മുടെ സംസ്ഥാനത്തെ ബാധിച്ചു. 2018-ലും 2019-ലും അപ്രതീക്ഷിതമായ വലിയ വെല്ലുവിളികൾ നമുക്കുണ്ടായി. മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള വലിയ ദുരന്തങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ ധാരാളം കുടുംബങ്ങൾ നമുക്കുണ്ടായി. അതിനുശേഷം ഏതാണ്ട് 2 വർഷക്കാലത്തോളം കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇന്ന് കാണുന്നത് പോലെയുള്ള കൂട്ടായ്മകളൊന്നും നടത്താൻ കഴിയാതെ വീടിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന സമയവും ഉണ്ടായി. അതിനുശേഷം വീണ്ടും ഉള്ള പഴയ രീതിയിലേക്ക് മാറിയ ലോകത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരുപക്ഷെ ശാസ്ത്ര സാങ്കേതിക വിദ്യയും മൊബൈലും ഇൻ്റർനെറ്റും ഒക്കെ അതിനു മുമ്പ് വരെ നമ്മുടെ കുട്ടികളിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ നമ്മുടെ കുട്ടികൾ അത് ഉപയോഗിച്ച് പഠിക്കുന്നതിൻ്റെ സാധ്യതകളെ പറ്റി പഠിച്ചു തുടങ്ങി. ലോകം വീണ്ടും വീണ്ടും വികസിച്ചു. ഇന്ന് നമുക്കറിയാം, നമ്മുടെ വയനാട്ടിലേക്ക് ഈ ഒരു അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിനേക്കാളേറെ പുറത്തു നിന്നുള്ള ധാരാളം സഞ്ചാരികൾ വന്നു പോകുന്നു. വിദേശത്തു നിന്നുള്ള ആളുകൾ വീണ്ടും കോവിഡിന് ശേഷം യാത്ര ചെയ്ത് തുടങ്ങിയും ഒക്കെ ചെയ്തതോടുകൂടി ഓരോ സമൂഹത്തിൻ്റെയും സംസ്കാരം പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സംസ്കാരം എന്നതിനപ്പുറത്തേക്ക് മിക്ക കുടുംബങ്ങളിലും പുറത്തുപോയി ജോലി ചെയ്യുന്ന പഠിക്കുന്ന യുവാക്കളൊക്കെ ഉണ്ടായതോടുകൂടി ലോകം മൊത്തമുള്ള സംസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും കൊണ്ടും പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനോടൊപ്പം തന്നെ കുറേയേറെ വെല്ലുവിളികളും നമ്മളെ സംബന്ധിച്ച് ഉണ്ടായി. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള ധാരാളം പ്രതിസന്ധികൾ നമുക്കറിയാം. മയക്കുമരുന്നും മദ്യവും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെപ്പോഴും കാണാറുണ്ട്. ധാരാളം മൊബൈൽ ഉപയോഗമുള്ളത് കൊണ്ടുള്ള പ്രയാസങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതോടൊപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിൽ മാതാപിതാക്കളോടൊപ്പം ആയിരിക്കാൻ കഴിയാത്ത തിരക്കുകൾ മൂലം അവർ ഒറ്റപ്പെട്ടു പോകുന്ന ധാരാളം പ്രയാസങ്ങളും നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞ് അടുത്തുള്ള ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഒരാളോ അതല്ലെങ്കിൽ ആ ഭാഗത്ത് പരിശോധനയ്ക്ക് പോകുന്ന ഒരു ഉദ്യോഗസ്ഥനോ അതല്ലെങ്കിൽ അവിടെയുള്ള ഒരു വാർഡ് മെമ്പറോ ഒക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മാതാപിതാക്കളെ കണ്ടെത്തുകയും അവരെ അവിടെ നിന്ന് മോചിപ്പിക്കുകയും അവർക്ക് ഒരു തുണ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം വളർച്ച ലോകത്തിന് സംഭവിക്കുന്നതോടൊപ്പം ഒരുപാട് ശുശ്രൂഷ രംഗത്ത് അവസരങ്ങൾ കൂടി നമുക്ക് രൂപപ്പെട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ അവസരം അതിൻ്റെ യഥാർത്ഥ സമയത്ത് ഇടപെട്ടുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങൾക്ക് നമ്മളെപ്പോലെ തന്നെ വളരെ മാന്യമായി ഈ ലോകത്ത് ജീവിക്കാനും ഈ ലോകം കാണാനും ഇവിടുത്തെ ആഘോഷങ്ങളിൽ അനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കെടുക്കാനുമുള്ള അവകാശമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തപോവനം പ്രവർത്തിച്ച് പോരുന്നത്. ഇന്ന് ഇവരെല്ലാവരും ഇവിടെ ഇരുന്ന് ഇവരോടൊപ്പം നമ്മൾ ഈ ക്രിസ്മസിൽ പങ്കുചേരുമ്പോൾ ഒരുപക്ഷെ ദൈവപുത്രൻ്റെ ജന്മം ലോകത്തിന് നൽകുന്ന വലിയ സന്ദേശങ്ങളിൽ ഞാൻ അവസാനം സൂചിപ്പിച്ച പ്രത്യാശ എന്ന് പറയുന്ന വലിയ സന്ദേശമാവും ഏറ്റവും അധികം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുക. ഒരു സന്തോഷം, ഒരു ആഘോഷം സ്വയം നമ്മൾ മാത്രമായി ഒറ്റയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബം മാത്രമായി ആഘോഷിക്കുന്നതിനപ്പുറത്തേക്ക് എത്ര ഇരട്ടി മധുരം നമ്മളോടൊപ്പം അത് ഏറ്റവും ആവശ്യമുള്ള ആളുകളോടൊപ്പം ചെലവഴിക്കുമ്പോൾ ആക്കാൻ കഴിയുമെന്നുള്ളതും പ്രത്യാശ എന്ന് പറയുന്ന വലിയ സന്ദേശം അതിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു വലിയ തത്വം നമ്മുടെ ഈ ഒരു ആഘോഷം ലോകത്തിന് നൽകുന്നുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് സംരംഭങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ ഇന്നും ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കുമ്പോൾ അതിൽ ഓരോ തവണയും പുതുമയോടുകൂടി താല്പര്യത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും അതിൽ പങ്കാളികളാകുവാൻ കഴിയുന്നത്. ഈ വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന തപോവനത്തിലെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർ, സിസ്റ്റർമാരുൾപ്പെടെയുള്ള എല്ലാവരെയും മനസ്സുകൊണ്ട് നമിച്ചുകൊണ്ടും നമ്മളോടൊപ്പം ആയിരിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് എല്ലാ സ്നേഹവും പകർന്നുകൊണ്ടും ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിന് അവസരമൊരുക്കി തന്നതിൽ അഭിവന്ദ്യ പിതാവിനോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടും ഏറെ സന്തോഷത്തോടു കൂടി അല്പസമയം നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചതിൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും തപോവനത്തിൻ്റെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ഈ സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരിയും ബത്തേരി രൂപതയുടെ അധ്യക്ഷനുമായ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനി അധ്യക്ഷ പ്രസംഗവും ഒപ്പം ഒരു അവാർഡ് പ്രഖ്യാപനവും ഇപ്പോൾ നടത്തുന്നു.
നമുക്കെല്ലാം ആദരണീയായ നമ്മുടെ ജില്ലാ കളക്ടർ ഡോക്ടർ രേണു രാജ് IAS, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട അതിഥികളെ, പ്രഭാവനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധ്യക്ഷ പ്രസംഗം അല്പം കഴിഞ്ഞ് ആണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ വലിയ സന്തോഷം നമ്മളുടെ കളക്ടറെ അറിയിക്കുവാൻ വേണ്ടിയാണ്. നമ്മളുടെ ഈ ഒരു ചെറിയ പരിപാടിയിൽ വന്ന് പങ്കെടുത്ത് മനോഹരമായ സന്ദേശം നൽകി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മളെ അനുഗ്രഹിച്ച നമ്മളെല്ലാം പ്രിയങ്കരിയായ വയനാടിൻ്റെ കളക്ടർ ഡോക്ടർ രേണു രാജ് IASന് പ്രത്യേകം നന്ദിയും സ്നേഹവും ആദരവും ഞങ്ങൾ അറിയിക്കുകയാണ്. നമുക്ക് അറിയാവുന്ന പോലെ ഡോക്ടർ രേണു രാജ് IAS, ഞാൻ വിചാരിച്ച് ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ വിഷയങ്ങളിലൊക്കെ സോഷ്യൽ സ്റ്റഡീസോ അല്ലെങ്കിൽ എക്കണോമിക്സോ ഒക്കെ പോലെ ഉള്ള വിഷയമാണ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ കളക്ടർ ഡോക്ടറായിട്ട് ശുശ്രൂഷ ചെയ്ത ആളാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിരിക്കുമ്പോൾ അവസരത്തിലാണ് പിന്നെ IASലുള്ള താല്പര്യം മനസ്സിലാക്കി IAS പാസ്സായി ഇപ്പോൾ നമ്മുടെ വയനാടിൻ്റെ കളക്ടറായിട്ട് ഇരിക്കുന്നു. ഞാൻ ഓടിച്ച ഈ ഡോക്ടർ രേണു രാജ് IASൻ്റെ പ്രൊഫൈൽ ഒന്ന് നോക്കി, രാവിലെയാണ് അത് കിട്ടിയത്. എപ്പോഴാണ് മനസ്സിലാകുന്നത് വളരെ ശാന്തയായിട്ട് ഇരിക്കുന്ന ഈ ഡോക്ടർ വളരെ പണ്ഡിതയായിട്ടുള്ള ഒരു മഹതിയാണ്. വയനാടിനെ സംബന്ധിച്ച് അത് വളരെയേറെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ വയനാട് ഇന്ത്യയിലെ പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിൽ ഒന്നാണ്. തിരിച്ച് ലോകത്തിലെ 50 ടൂറിസ്റ്റ് സെൻ്ററുകളിൽ കണ്ടിരിക്കേണ്ട ഒരു സെൻ്ററുമാണ് നമ്മുടെ വയനാടെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വയനാടിൻ്റെ സാമൂഹ്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക രംഗങ്ങളിലുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാൻ പറ്റിയ ഒരു കളക്ടറെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നത് വളരെ സന്തോഷത്തോടെ ഞാൻ പറയുകയാണ്. നമ്മളുടെ റിസർവേഷനൊക്കെ ഫിക്സ് ചെയ്യുന്ന അവസരത്തിൽ സാധാരണ ഗവൺമെൻറ് എടുക്കുന്ന ചില പാരാമീറ്റേഴ്സ്, ബാക്ക്വേർഡ്നെസ്സിന്, ഒന്ന് സോഷ്യലി ബാക്ക്വേർഡ്, എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് എന്ന് പറയുന്ന ചില പാരാമീറ്റേഴ്സാണ്. അതുകൊണ്ട് എനിക്ക് കളക്ടറോട് വയനാട്ടിലെ ജനങ്ങളുടെ എല്ലാവരുടെയും പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വയനാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും റിസർവേഷൻ കൊടുക്കണമെന്ന് പറയുവാനായിട്ട് ഗവൺമെൻറ്റിനോട് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെയുള്ള കർഷകരുടെ കാര്യം, ഇവിടെയുള്ള സാധാരണ മനുഷ്യരുടെ കാര്യം, അതുപോലെ ഇപ്പോൾ നമ്മുടെ MLA താമസിക്കുന്നത് കടുവ വീണ്ടും ഇറങ്ങി എന്നുള്ള പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ മൃഗശല്യം, അങ്ങനെ ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒരു പരിതാവസ്ഥയിൽ നമ്മുടെ കർഷകരും സഹോദരന്മാരും ഒക്കെ നമുക്കറിയാവുന്ന വാഗേരിയിൽ പുറത്തിറങ്ങാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ പറ്റില്ല, അവർക്കുള്ള ചെറിയ പശുവിനെ ആടിനെ വളർന്ന് ജീവിക്കാൻ പറ്റില്ല, ഭയന്ന് ആരും ഇറങ്ങാൻ പറ്റാത്ത ഒരു വയനാട്. ഈ വയനാടിന് സമഗ്രമായ ഒരു മാറ്റം ആവശ്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ കളക്ടർക്ക് അതിനുള്ള പ്രത്യേകമായ അധികാരമുണ്ട്. കളക്ടർ മാത്രമല്ല, ഇവിടുത്തെ നമുക്കറിയാവുന്ന ജഡ്ജി കൂടിയാണ് കളക്ടർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായി പഠിച്ച് ഇത് വേഗം ചെയ്യണമെന്നല്ല പറയുന്നത്, വയനാടിൻ്റെ കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ച് ഗവൺമെൻറ്റിന് നല്ല നിർദ്ദേശം കൊടുത്ത് ഈ വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കുന്ന അനേകം ആൾക്കാർക്ക് നമുക്കറിയാം ഭൂമിയില്ലാത്തവരുണ്ട്. ഇവിടെ ഒരു സംഘടന നമുക്കറിയാവുന്ന പോലെ പിന്നെ അതിൻ്റെ രക്ഷാധികാരി കൂടിയാണ്. ഏതാണ്ട് 5 ലക്ഷത്തോളം ഇവിടെ വിധവകളുണ്ട് എന്നുള്ളതാണ്. ആ വിധവകൾ എങ്ങനെയായെന്ന് ചോദിച്ചാൽ പലർക്കും എന്താണ് വയനാട്ടിലെ പുരുഷന്മാരെ കിട്ടത്തിൽ കല്യാണം കഴിക്കാൻ, കിട്ടിയവരെ എന്താണ് പോയതുണ്ട്, ആനയും കടുവയും ചവിട്ടിക്കൊന്നവരുണ്ട്. ഇങ്ങനെ അനേകം ആൾക്കാർ പ്രയാസപ്പെടുന്ന ഒരു ജില്ലയുടെ ഒരു അധിവ എന്നുള്ള നിലയിൽ നമ്മുടെ ഈ വയനാട്ടിലുള്ള ആൾക്കാർക്കെല്ലാം സമഗ്രമായ ഒരു വികസനവും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ നന്മയെ കൊടുക്കുവാൻ നമ്മുടെ കളക്ടർക്ക് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ വയനാടിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്ന നല്ല വിദ്യാ കേന്ദ്രങ്ങൾ, എക്കണോമിക്കലി ആൻഡ് എഡ്യൂക്കേഷണലി സോഷ്യലി ബാക്ക്വേർഡ്
അപ്പോൾ എഡ്യൂക്കേഷന് വളരെ ബാക്ക്വേർഡാണ്. കളക്ടർക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് സെൻറ്റ് തെരേസ അല്ല എറണാകുളം സെൻറ്റ് തെരേസാസിലൊക്കെ പഠിച്ചാന്ന് തോന്നുന്നില്ലേ +2 അപ്പോൾ അങ്ങനെ നല്ല സിറ്റിയിലൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് നമ്മുടെ വയനാട്ടിൽ കാണുന്നതായിട്ടുള്ള വലിയ പ്രതിസന്ധി സാമ്പത്തിക സ്ഥിതി നമുക്കറിയാം. ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ച് മറിയാൻസ് പഠിച്ചു വളർന്നത്. അപ്പോൾ സിറ്റിയിലും ഒക്കെയുള്ള സാമ്പത്തിക സ്ഥിതി ഇവിടുത്തെ സ്ഥിതിയൊക്കെ നോക്കുമ്പോൾ വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന ഇന്ത്യയിലെ ഒരു ബാക്ക്വേർഡ് ജില്ല എന്നുള്ള നിലയിൽ നമ്മുടെ ആദരണീയനായ കളക്ടറുടെ പ്രത്യേകമായ ശുപാർശ കൊണ്ട് നേതൃത്വം കൊണ്ട് അതുപോലെ തന്നെ ശക്തമായ ഭരണ നേതൃത്വം കൊണ്ട് ഈ കളക്ടർ നമുക്കറിയാവുന്നതുപോലെ ഇടുക്കിയിലും അതുപോലെ തന്നെ തൃശ്ശൂരും എറണാകുളത്തും വിവിധ തലങ്ങളിൽ കളക്ടറായിട്ടും അതുപോലെ അഡ്മിനിസ്ട്രേറ്ററായിട്ടും വർക്ക് ചെയ്തയാളാണ്. നല്ല ഭരണ പാഠമുള്ള വ്യക്തിയാണ്. ശക്തമായി തീരുമാനമെടുക്കുന്നയാളാണ്. അങ്ങനെ ഗവൺമെൻറ്റിനോടും ഈ പൊതുസമൂഹത്തോടും വയനാട്ടിൻ്റെ വികസനത്തിനും നന്മയ്ക്കും നല്ല നേതൃത്വം കൊടുക്കുവാൻ കളക്ടർക്ക് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്നതിലുള്ള സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഈ പാവപ്പെട്ട തപോവനക്കാർ ഇതുപോലെയുള്ള കുറേ ഹൗസുകൾ ഇവിടെയുണ്ട്. അതൊരു മനുഷ്യ സ്നേഹ പ്രവൃത്തിയായിട്ട് സമയം കിട്ടുമ്പോൾ പോകുന്നതൊക്കെ നല്ലതാണെന്ന് പ്രത്യേകമായിട്ട് ഇവിടെ അനുസ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്മസ് കളക്ടർ പറഞ്ഞതുപോലെ നമുക്കറിയാവുന്നത് മാനവികതയുടെ സാഹോദര്യത്തിൻ്റെ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വലിയ അനുസ്മരണയാണ്. അത് ഇവിടെയുള്ള തപോവനത്തിലെ അന്തേവാസികളോടുകൂടി നമ്മളെപ്പോലെ ജീവിക്കുവാൻ അർഹതയുള്ള എന്നാൽ അർഹത നഷ്ടപ്പെട്ട അവരെ പോലെ ചേർന്ന് ഏതാനും സമയം ചെലവഴിക്കുവാൻ ഇവിടെ വന്നതിൽ വളരെയേറെ സന്തോഷവും സ്നേഹം അറിയിച്ചുകൊണ്ട് കളക്ടർക്ക് നമ്മുടെ എല്ലാവരുടെയും പേരുള്ള ഹൃദയംഗമായ ആശംസകളും നന്ദി ഞാൻ നേരുകയാണ്. പിതാവ് തപോവനത്തിൻ്റെ പ്രഥമ അവാർഡ് പ്രഖ്യാപനം നടത്തുന്നു. നമ്മളുടെ തപോവന ശുശ്രൂഷയുടെ സേവന ഭാഗവും അതുപോലെ തന്നെ ഇതുപോലെ ശുശ്രൂഷ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചടങ്ങുമായി തപോവനം ഈ വർഷം മുതൽ തപോവന അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. നമ്മളുടെ ജഡ്ജസ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ഇതുപോലെ ഇതിനേക്കാൾ വലിയ രീതിയിൽ ത്യാഗത്തോടൊരു കുടുംബം നമുക്ക് അറിയാവുന്ന ഒരു തപോവനം പോലെയുള്ള ഒരു ഭവനം നടത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമുക്കെല്ലാം അറിയാവുന്ന ആളാണ് പ്രിയപ്പെട്ട മിസ്റ്റർ മൈക്കിൾ PA ജോണി വാഴവറ്റിയാണ് തപോവനം അവാർഡിന് അർഹനായിരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റിയുള്ള മറ്റ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ പിന്നീട് ഇവിടെ പറയുന്നതാണ്. ഇപ്പോൾ കളക്ടർക്ക് പോകാൻ ധൃതിയുള്ളത് കൊണ്ട് ഈ അവാർഡ് നൽകി നമ്മുടെ തപോവനത്തിൻ്റെ ആദ്യത്തെ അവാർഡ് പ്രിയപ്പെട്ട PA ജോണിക്ക് നൽകിക്കൊണ്ട് ഇതിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ആരാധ്യനായ വയനാട് ജില്ലാ കളക്ടർ നമ്മുടെ തപോവനത്തിലെ പ്രഥമ അവാർഡ് സ്വീകരിക്കുന്ന ശ്രീ ജോണി ചേട്ടന് മെമ്മന്റോ നൽകി ആദരവ് അറിയിക്കുന്നു. അഭിമന്യ പിതാവ് ഈ സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരി ബത്തേരി രൂപതയുടെ പിതാവ് ഷോൾ അണിച്ച് ആദരവ് അറിയിക്കുന്നു. ജോണി ചേട്ടൻ്റെ ഭാര്യയെ സഹധർമ്മിണിയെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടുപേരും വേദിയിൽ ആഗതരാവുക. ബഹുമാനിയായ കളക്ടർ നമ്മുടെ ഈ സമ്മേളനത്തിൽ നിന്ന് പോവുകയാണ്. തപോവനം കുടുംബത്തിൻ്റെ പേരിൽ ഇവിടെ സന്നിഹിതയായ അഭിമന്യ പിതാവിൻ്റെ പേരിൽ തപോവനത്തിലെ എല്ലാ അഭ്യുതകാംക്ഷികളുടെ പേരിൽ ഹൃദയംഗമമായ നന്ദി ആദരവോടെ അറിയിക്കുന്നു. നമ്മുടെ സമ്മേളനം തുടരുകയാണ്. ഇനിയാണ് നമ്മുടെ ഔപചാരികമായ സമ്മേളനം ആരംഭിക്കുന്നത്. സ്വാഗത പ്രസംഗത്തിനായിട്ട് ബത്തേരി രൂപതയുടെ അൽമായ പ്രസ്ഥാനമായ മലങ്കര കാത്തലിക് അസോസിയേഷൻ്റെ ആരാധനായ പ്രസിഡന്റ് ശ്രീ റോയ് വർഗീസ് കയ്യാലത്ത് ഇപ്പോൾ സ്വാഗത പ്രസംഗം നടത്തുന്നു. അഭിമന്യ പിതാവേ, ബഹുമാനപ്പെട്ട MLA ശ്രീ IC ബാലകൃഷ്ണൻ, നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീമതി ഹേമ, മറ്റൊരു വാർഡ് കൗൺസിലർ നമ്മുടെ MCAയുടെ രൂപത മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടിയായിരിക്കുന്ന ശ്രീമതി വത്സ ജോസ്, ഇന്ന് അവാർഡ് ഏറ്റുവാങ്ങിയ ജോണി ചേട്ടൻ, ഈ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ വന്യ അർമ്മൻകുടിയിൽ കോർ എപ്പിസ്കോപ്പ, ബഹുമാനപ്പെട്ട
ജെയിംസ് മലപ്പറമ്പിലച്ചൻ, മറ്റ് വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, ഏറ്റവും സ്നേഹമുള്ള അന്തേവാസികളായ സഹോദരങ്ങളെ, ബത്തേരി രൂപതയുടെ അഭിമാന സ്ഥാപനമായ തപോവനം എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷം നടത്തുന്നു. അത് എന്തൊക്കെ പരിപാടികളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് കൃത്യമായി ആ പരിപാടിക്ക് സമയം നമ്മൾ കണ്ടെത്തുന്നു. അതിന് ഇവിടെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ അഭിമന്യ പിതാവ് മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ടാണെങ്കിലും വർഷത്തിൽ 2 പ്രാവശ്യത്തെ പരിപാടിക്ക് ഇവിടുത്തെ സമയം തന്നതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കാറുള്ളത്. തപോവനത്തിലെ ക്രിസ്മസ് ആഘോഷവും അഭിമന്യ പിതാവിൻ്റെ ഫീസ്റ്റ് ആഘോഷവും മറ്റുള്ളിടത്തൊന്നും ഫീസ്റ്റ് ആഘോഷങ്ങൾ നടത്താറില്ല. അത് ഇവരോടൊപ്പമാണ് അഭിമന്യ പിതാവ് നടത്തുന്നത്. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷത്തിനായി ഇവിടെ കടന്നു വന്ന് ഈ പരിപാടിക്ക് എല്ലാവിധ നേതൃത്വം നൽകുന്ന അഭിമന്യ പിതാവാണ്. പിതാവ് MCAയുടെ നേതൃത്വത്തിൽ ഈ തപോവനം നടത്തുന്നതിനുള്ള അനുമതി നൽകുകയും അൽമായർക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരികയും അൽമായരുടെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം ഇവിടെ നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന് അഭിമന്യ പിതാവിൻ്റെ വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള തീരുമാനമാണ്. ഞങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണയും സ്വാതന്ത്ര്യവും നൽകി ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും അഭിമന്യനായ പിതാവിന് എല്ലാവരുടെ പേരിലും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. നമുക്കിവിടെ ക്രിസ്മസ് സന്ദേശം നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ IC ബാലകൃഷ്ണൻ അവറുകളാണ്. വർഷത്തിൽ ഒരിക്കലെങ്കിലും അത് ഈ തപോവനം സന്ദർശിക്കും. ഇവിടുത്തെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നമ്മുടെ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള അനുമതി നൽകി. അതിൻ്റെ പ്രൊസീജിയറിലാണ്. അതിൻ്റെ താമസം വരുന്നത് MLAയുടെ കുഴപ്പം കൊണ്ടല്ല. അത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിൽ പോയി അവിടുന്ന് കളക്ടർക്ക് കിട്ടി അങ്ങനെ സാങ്ഷനായി വരുന്നത് ഇപ്പോൾ ഏതാണ്ട് ആകുന്ന ഘട്ടത്തിലേക്കായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം നമ്മളോടൊപ്പമുള്ള നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ MLA ശ്രീ IC ബാലകൃഷ്ണനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ശ്രീമതി ഡോക്ടർ രേണുരാജ് കളക്ടർ വന്നു പോയിരുന്നെങ്കിലും ഔദ്യോഗികമായിട്ട് ബഹുമാനപ്പെട്ട കളക്ടറെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ചെയർമാൻ അല്പസമയത്തിനകം ഇവിടെ എത്തും. അദ്ദേഹം ഇതുപോലെ നമ്മുടെ അയൽവാസിയാണ്. ഏത് ആവശ്യത്തിനും നമ്മളോടൊപ്പമുണ്ട്. മുനിസിപ്പാലിറ്റിയിലെ നമ്മുടെ സൗകര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യങ്ങളെല്ലാം പറഞ്ഞാൽ അത് ചെയ്തു തരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും നമ്മുടെ മുനിസിപ്പൽ ചെയർമാനെ ഈ പരിപാടിയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം മുനിസിപ്പൽ കൗൺസിലർ, നമ്മുടെ ഈ വാർഡിൻ്റെ കൗൺസിലറാണ് ശ്രീമതി ഹേമ. പല ആവശ്യങ്ങൾക്കും തപോവനുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരികയും ഒക്കെ ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന ശ്രീമതി ഹേമയെ ഈ പരിപാടിയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ MCAയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗവും ബത്തേരി മുനിസിപ്പൽ കൗൺസിലറുമായിരിക്കുന്ന നമ്മുടെ വത്സ ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ വന്യ അറമ്പൻകുടിയിൽ കോറപ്പിസ്കോപ്പ് അച്ഛനാണ്. നമ്മുടെ എല്ലാ പരിപാടിയിലും മീറ്റിങ്ങിലാണെങ്കിലും എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പ് അച്ഛനെ ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ബത്തേരി രൂപതയുടെ MCAയുടെ ആത്മീയ ഉപദേഷ്ടാവ് ബഹുമാനപ്പെട്ട ജെയിംസ് മലപ്പറമ്പിലച്ചനാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. എല്ലാ കാര്യങ്ങളിലും ചിട്ടയോട് കൂടിയിട്ട് കാര്യങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരുന്ന അച്ഛനെ
ഔപചാരികതയുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികര്, ബഹുമാനപ്പെട്ട ഡേവിഡ് ആലിംഗലച്ചൻ ശ്രേയസിൻ്റെ ഡയറക്ടർ, സെൻറ്റ് ജോസഫിൻ്റെ പ്രിൻസിപ്പാള് ബഹുമാനപ്പെട്ട ജോർജ് കോടാനരച്ചൻ, നമ്മുടെ ബദനി ആശ്രമത്തിൻ്റെ സുപ്പീരിയർ ബഹുമാനപ്പെട്ട ആൻ്റണി അച്ചൻ, നമ്മുടെ അൽഫോൺസ കോളേജിൻ്റെ ബർസാറും ലോക്കൽ മാനേജറും അതോടൊപ്പം ഹൈടെക്കിൻ്റെ ഡയറക്ടറുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട വിൻസെൻ്റ് പുതുശ്ശേരി അച്ഛൻ, നമ്മുടെ രൂപത ചാൻസലർ ബഹുമാനപ്പെട്ട ബെന്നി ഇടയത്തച്ഛൻ, നമ്മുടെ ഏറ്റവും അയൽവാസി നമ്മുടെ അഭികാംക്ഷമായ ബഹുമാനപ്പെട്ട പള്ളിപ്പാട്ടച്ഛൻ, ഇവരെല്ലാവരെയും ഒറ്റ വാക്കിൽ, അതുപോലെ നമ്മുടെ മീഡിയയുടെ ഡയറക്ടർ നമ്മുടെ ക്രിസ്തുമന്ദിര അച്ഛനോട് ഉണ്ട്. രാവിലെ തൊട്ട് നമ്മുടെ എല്ലാ പരിപാടിയും നമ്മളോടൊപ്പമായിരിക്കുന്ന അച്ഛനാണ്. അച്ഛനെയും ഈ പരിപാടിയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പല കോൺഗ്രിഗേഷനിൽ നിന്നുള്ളവരും കോൺവെൻറ്റിൽ നിന്നുള്ളവരും ഒക്കെയുണ്ട്. നമ്മുടെ മദർ പ്രൊവിൻഷ്യലിന് ഇവിടെ എത്താനായിട്ട് സാധിച്ചിട്ടില്ല. മദർ പ്രൊവിൻഷ്യൽ ധ്യാനത്തിലാണ്. എന്നിരുന്നാലും അഭാവത്തിലാണെങ്കിലും ബാക്കി സിസ്റ്റേഴ്സിനെ ഇവിടെ വിട്ടിട്ടുണ്ട്. എല്ലാ സിസ്റ്റേഴ്സിനെയും പ്രത്യേകമായിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അഭ്യുതകാംക്ഷികളായ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ലബ്ബുകളുടെയൊക്കെ പ്രസിഡന്റുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ OSKയുടെ പ്രസിഡന്റ് ശ്രീ ജോയിച്ചൻ വർഗീസ് സാർ ഇവിടെ ഉണ്ട്. YMCAയുടെ പ്രസിഡന്റ് ശ്രീ രാജൻ തോമസ് സാറുണ്ട്. റോട്ടറി ക്ലബിൻ്റെ പ്രതിനിധികളായിട്ട് ശ്രീ തമ്പി കുമരംകൊടിയിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തോമസ് പോൾ സാറുണ്ട്. മറ്റ് മർച്ചൻ്റ് അസോസിയേഷൻ്റെയും അതോടെ MCAയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ശ്രീ മത്തായി ആതിരയുണ്ട്. മറ്റ് ഭാരവാഹികൾ എല്ലാം ഇവിടെ ഉണ്ട്. അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ അൽഫോൺസ കോളേജിൻ്റെ പ്രിൻസിപ്പള് ബഹുമാനപ്പെട്ട ഡോക്ടർ അനിൽകുമാർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും അഭ്യുതകാംക്ഷിയായ ഒരു വർഷത്തിലെ എല്ലാ മാസവും ഇവിടെ വരികയും നമ്മളെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് നമ്മുടെ ശ്രീ പീറ്റർ മൂഴയിൽ. എല്ലാ ആവശ്യത്തിനും നമ്മളോടൊപ്പം എന്താവശ്യത്തിനും കൂടെ നിൽക്കുന്ന വ്യക്തിയാണ്. യാതൊരുവിധ ഔദ്യോഗികമൊന്നും കൂടാതെ തന്നെ നമ്മളോടൊപ്പമായിരിക്കുന്ന പീറ്ററേട്ടനെ പ്രത്യേകമായിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ സംഘടനകളിലെ പ്രതിനിധീകരിച്ച മറ്റ് അംഗങ്ങൾ ഇവിടെയുണ്ട്. അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. MCAയുടെ രൂപത സെക്രട്ടറി ശ്രീ ഷാജി കൊയിലേരി, അതോടൊപ്പം എക്യുമെനിക്കൽ ഫോറത്തിൻ്റെ പ്രതിനിധിയായിട്ട് ശ്രീ വർഗീസ് കട്ടാമള്ളി, നമ്മുടെ സഭാതല വൈസ് പ്രസിഡന്റ് ശ്രീ വർഗീസ് പോക്കാട്ട്, രൂപത എക്സിക്യൂട്ടീവ് അംഗങ്ങള്, രൂപത മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങള്, അതോടൊപ്പം നമ്മുടെ മറ്റൊരു അഭ്യുതകാംക്ഷിയായ മത്തായി അടിയോളി സാറ്, മറ്റ് ഭാരവാഹികൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ VP തോമസ് സാറ്, ശ്രീ തങ്കച്ചൻ ചരുവരയിടം, അതുപോലെ നമ്മുടെ മത്തായി മദഫർ അച്ഛനോടൊത്തുണ്ട്. പിന്നെ മറ്റ് പ്രതിനിധികൾ എല്ലാവരും വൈസ്മെൻ്റെയും YMCAയുടെ OSK ഈ പ്രതിനിധികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ നമ്മുടെ നാട്ടുകാർ, അവരാണ് നമുക്ക് ശക്തി. ഏതൊരാവശ്യത്തിനും ഓടി നമ്മളോടൊപ്പമായിരിക്കും. ഈ അയൽവാസികളായ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഉപകാരികളായി ഇവിടെ എത്തിച്ചേർന്നവരെയും സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ അവാർഡ് സ്വീകരിച്ച നമ്മുടെ ജോണി ചേട്ടൻ, അദ്ദേഹത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെ ഏറ്റവും സ്നേഹിതരായ എല്ലാ വ്യക്തികളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബത്തേരി രൂപതയുടെ അൽമായ പ്രസ്ഥാനമായ MCAയുടെ രൂപത വൈദിക ഉപദേഷ്ടാവ് ബഹുമാനപ്പെട്ട ജെയിംസ് മലപ്പറമ്പലച്ചൻ ആമുഖ പ്രഭാഷണം നടത്തുന്ന അച്ഛനെ ക്ഷണിക്കുന്നു. ബത്തേരി രൂപതാധ്യക്ഷനും
ഈ സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരിയുമായിരിക്കുന്ന അഭിനന്ദ ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവേയും ഈ തപോവനവുമായിട്ട് ഏറ്റവും സഹകരിക്കുകയും ഒരു ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA IC ബാലകൃഷ്ണൻ സാർ, ഈ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു അറമുകുടിയിൽ കോറപ്പിസ്കോപ്പ അച്ചാം, ബത്തേരി നഗരസഭയുടെ ചെയർമാനും നമുക്ക് പ്രിയം നിറഞ്ഞ TK രമേശ് സാർ, MCAയുടെ രൂപതാ പ്രസിഡന്റ് റോയ് ഗയൽ സാർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ അന്തേവാസികളെ, പ്രിയമുള്ളവരെ, നമ്മെല്ലാവരും ഫോട്ടോ എടുക്കുന്നവരാണ്, ഇപ്പോഴും ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ 2 ഫോട്ടോ, ഒന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യും, ഒന്ന് നമ്മൾ കൈവെക്കും. ഡിലീറ്റ് ചെയ്യുന്ന ഫോട്ടോ അത് എനിക്ക് അഭംഗി തോന്നുന്ന ഫോട്ടോയും എൻ്റെ കണ്ണും മുഖമൊക്കെ ഭംഗിയായിട്ട് ഇരിക്കാത്ത ഫോട്ടോയുമാണ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ട ചില ഫോട്ടോകളുടെ കൂട്ടം ഒരുമിച്ച് ചേർന്നാണ് തപോവനം. ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിക്കുന്നതാണ് തപോവനത്തിലെ നമ്മൾ ഓരോരുത്തരും. മദർ തെരേസയോട് എന്തിനാണ് നിങ്ങൾ ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പുഞ്ചിരിക്കാൻ കഴിയാത്ത, പുഞ്ചിരിക്കാൻ മറന്നുപോയ മനുഷ്യനെ അവൻ മരിക്കുന്നതിന് മുമ്പ് പുഞ്ചിരിക്കാൻ സഹായിക്കുന്നതാണ് എൻ്റെ ദൗത്യമെന്ന് മദർ തെരേസ പറഞ്ഞു. ഈ തപോവനവും പുഞ്ചിരിക്കാൻ ഒറ്റയ്ക്ക് സാധിക്കാത്തവരെ നമ്മെല്ലാവരും കൂടി സഹകരിച്ച് പുഞ്ചിരിക്കുവാൻ പഠിപ്പിക്കുന്ന ഇടമാണ് നമ്മുടെ തപോവനം. യേശുവിൻ്റെ ജനനത്തിന് മുന്നോടിയായി ഗർഭിണിയായ മറിയവും യേശു പിതാവും പേരെഴുതിക്കാനായി സ്വന്തം ദേശത്തേക്ക് പോയപ്പോൾ മറിയത്തിന് പ്രസവ സമയമെടുത്തു. സത്രത്തിൽ മുട്ടി വിളിച്ചു അവർക്ക്, പക്ഷെ സത്രത്തിൽ സ്ഥലം കിട്ടിയില്ല. യേശുവാണ് അല്ലെങ്കിൽ ഒരു രക്ഷകനാണ് ജനിക്കുന്നതെന്ന് സത്രത്തിൻ്റെ ഉടമ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എവിടെയെങ്കിലും ഒരു സ്ഥലം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലം തീർച്ചയായിട്ടും ഒരുക്കി കൊടുക്കും. നമ്മളെന്തായാലും ഒരുക്കി കൊടുക്കും. അത് യേശുവാണെന്ന് സത്രംകാരൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്കറിയാം, അതിഥി ദേവോ ഭവ. നമ്മുടെ മുമ്പിൽ ഉള്ളവരെല്ലാം, എല്ലാവരെയും നമ്മൾ ദൈവമായിട്ട് കണക്കാക്കണം. ഒരുപക്ഷെ ഒരു പാവപ്പെട്ടവനായിരിക്കാം, അല്ലെങ്കിൽ ദൈവം തന്നെയായിരിക്കാം നമ്മുടെ മുമ്പിൽ വരുന്നത്. ഈ തപോവനം നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാവരെയും ദൈവമായി കണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഇടമാണ് തപോവനം. സ്നേഹം നിറഞ്ഞവരെ, പുഞ്ചിരിക്കാൻ പഠിപ്പിക്കുന്ന, എല്ലാവരെയും ദൈവമായി കാണാൻ പഠിപ്പിക്കുന്ന ഒരിടമാക്കി തപോവനം തീർക്കുവാൻ സഹായിക്കുന്ന നല്ല മനസ്സ് ഒത്തിരിയേറെയുണ്ട്. അവരുടെ സന്തോഷത്തിൽ, ജനനമായിക്കോട്ടെ, വെഡ്ഡിങ് ആയിക്കോട്ടെ, മാതാപിതാക്കളുടെ മരണമായിക്കോട്ടെ, ഈ അവസരത്തിലെല്ലാം ഈ തപോവനവുമായി ചേർന്ന് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ എല്ലാവരെയും ദൈവമായി കാണുവാനും ഈ തപോവനത്തിൽ എല്ലാവരെയും ചെറിയ പുഞ്ചിരി നൽകുവാൻ സഹായിക്കുവാനും ഒക്കെ നമുക്ക് കഴിയുന്ന ഒരു തിരുനാളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. നന്ദി. നമ്മുടെ ഈ സമ്മേളനത്തിൽ ക്രിസ്തുമസ് സന്ദേശം നൽകിക്കൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൻ്റെ 3 തവണയായിട്ട് MLA ആയിരിക്കുന്ന ആരാധനായ IC ബാലകൃഷ്ണൻ MLA അവർകളാണ്. ഈ ചടങ്ങോടൊപ്പം തന്നെ, അദ്ദേഹത്തിൻ്റെ ആശംസകളോടൊപ്പം തന്നെ ഒരു നമ്മുടെ വയനാട് MP അവർ നൽകി പ്രകാശനം ചെയ്യുന്ന ഒരു കലണ്ടറിൻ്റെ പ്രകാശനം ഇവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. അത് ഏറ്റുവാങ്ങിക്കുന്നുള്ള ചുമതല ഇവിടെ നിർവഹിക്കപ്പെടുന്നതുകൊണ്ട് അതിലേക്ക് കൂടി MLA ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവരും ഇങ്ങോട്ട് കടന്നു വരിക. അത് വന്യപിതാവിനാണ് ഇവിടെ സമർപ്പിക്കുന്നത്. MLA ഇത് സമർപ്പിക്കുന്നു. അപ്പോൾ വന്യപിതാവ് രൂപതാധ്യക്ഷൻ ഇത് ഏറ്റുവാങ്ങിക്കുന്നു.
ക്രിസ്തുമസ് സന്ദേശം നൽകിക്കൊണ്ട് MLA സംസാരിക്കുന്നു. തപോവനത്തിൽ വളരെ മംഗളമായി സംഘടിപ്പിച്ച ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമ്മളെല്ലാവരും ആരാധിക്കപ്പെടുന്ന നമ്മുടെ അഭിമന്യ പിതാവ് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത, ബത്തേരി രൂപത അധ്യക്ഷൻ, CBCI ദേശീയ ഉപാധ്യക്ഷൻ, ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീ റോയ് മാസ്റ്റർ, ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ റവറൻ ഫാദർ ജെയിംസ് മലയപ്പറമ്പിൽ, പ്രിയപ്പെട്ട ഡോക്ടർ രേണുരാജ് IAS, വയനാട് ജില്ലാ കലക്ടർ, മുനിസിപ്പാലിറ്റിയുടെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ TK രമേശ് അവറുകൾ, പ്രിയപ്പെട്ട ശ്രീ തങ്കച്ചൻ ചെരിപ്പു പുരയിടം, ഫാദർ വന്യ മാത്യു അരവൻകുടിയിൽ കോർപ്പീസ്കോപ്പ അഡ്മിനിസ്ട്രേറ്റീവ് തപോവനം, ശ്രീമതി ഹേമ ബത്തേരി മുനിസിപ്പാലിറ്റി കൗൺസിലർ, ശ്രീമതി വത്സ ജോസ് ബത്തേരി മുനിസിപ്പാലിറ്റി കൗൺസിലർ, ശ്രീ ജോണി PA, ശ്രീ ഷാജി തോമസ് MCA രൂപത ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഈ വേദിയിലും സദസ്സിലുമുള്ള വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, ഈ സ്ഥാപനത്തിലെ ബാബുവേട്ടൻ ഉൾപ്പെടെയുള്ള അന്തേവാസികളായ സഹോദരന്മാരെ, ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസിൻ്റെ ഒരു വലിയ ആഘോഷം ഇന്ന് നമ്മുടെ ലോകവും രാജ്യവും സംസ്ഥാനവും ജില്ലയും എല്ലാ വിശ്വാസികളുടെ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷത്തോട് ഒപ്പം തന്നെ നമ്മൾ പുതുവത്സരത്തെ കൂടി വരവേൽക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം അഭിമന്യ പിതാവ് ക്ലീമീസ് തിരുവേനിയുടെ ബാബയുടെ, അതോടൊപ്പം തന്നെ ചക്കാലക്കൽ വർഗീസ് പിതാവിൻ്റെ ഒക്കെ നാമകേതു തിരുനാളും അതോടൊപ്പം തന്നെ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി അരമനയിൽ ഒരു സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. ആ സ്നേഹവിരുന്നെന്ന് പറയുമ്പോൾ യേശുദേവൻ നമ്മോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കണം. യഥാർത്ഥത്തിൽ അതിൻ്റെ വലിയൊരു മഹത്വമാണ് അഭിമന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ സ്നേഹ വിരുന്ന്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പൊതുവായി പ്രതിസന്ധികളുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുക ഈശ്വരനെയാണ്. സത്യത്തിൽ യേശുദേവൻ്റെ ജന്മദിനമായി ക്രിസ്മസ് ആഘോഷങ്ങളും തിരുനാളുകളൊക്കെ നടക്കുമ്പോൾ നമ്മളൊക്കെ അത് ഉയർത്തിപ്പിടിക്കുന്നത് യേശുദേവൻ്റെ ആത്മീയമായ വലിയ സന്ദേശങ്ങളാണ്. ആ സന്ദേശങ്ങൾ ഓരോ വിശ്വാസികളും ഏറ്റെടുക്കുമ്പോഴാണ് പരസ്പരം
സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കുകയും കാരുണ്യ പ്രവർത്തനവും അതോടൊപ്പം തന്നെ പ്രാദേശിക തലങ്ങളുള്ള ഭവന സന്ദർശനങ്ങളും ആ ഭവന സന്ദർശനത്തിൽ കൂടി പ്രതിസന്ധികളൊക്കെ കണ്ടെത്തി അത് കണ്ടെത്തുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളും സമീപനവും സ്വീകരിക്കുക. ഒരുപക്ഷെ അങ്ങനെയുള്ള സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അഭിമന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ സഭയുടെ നേതൃത്വത്തിൽ 3000-ഓളം കുടുംബങ്ങളെ സ്ത്രീകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ബൃഹത്തായ പദ്ധതി എന്ന നിലയ്ക്ക് ശ്രേയസിന് രൂപം നൽകിയത്. ശ്രേയസിൻ്റെ പ്രവർത്തനങ്ങൾ ഗ്രാമീണ മേഖലകളിലേക്ക് എത്തിയതിന് ശേഷമാണ് ഇതുപോലുള്ള അച്ഛൻ പറഞ്ഞല്ലോ നല്ല ഫോട്ടോ നമ്മളവിടെ സേവ് ചെയ്തിട്ട് മോശമായ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. അതുപോലെ നമ്മളറിയാതെ ആരോരുമില്ലാതെ നല്ല മനുഷ്യരായി ജീവിച്ച് ഒരു കാലം കഴിഞ്ഞാൽ ആരോരുമില്ലാതെ ഒഴിവാക്കപ്പെടുന്ന ഗ്രാമങ്ങളിൽ, ടൗണുകളിൽ, ഭവനങ്ങളിൽ കഷ്ടപ്പെടുന്ന നിരവധി സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ദൈവനാമത്തിൽ ആത്മീയമായി ഇന്ന് തപോവനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു ദൈവവിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ ഇത്തരം സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി. അവർക്ക് സമയബന്ധിതമായുള്ള ആത്മീയമായ പ്രാർത്ഥനകൾ, സമയബന്ധിതമായി അവർക്ക് ഭക്ഷണങ്ങൾ, സമയബന്ധിതമായി അവർക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ മെഡിസിൻ കൊടുക്കൽ, അങ്ങനെയുള്ള ആശ്രയ കേന്ദ്രം. ഞാൻ ഏതാണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഞാൻ സന്ദർശിക്കാറുണ്ട്. സന്ദർശിക്കുമ്പോൾ സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തുമ്പോൾ നമുക്ക് വലിയ ദുഃഖമാണ് തോന്നാറുള്ളത്. ഞാനൊരു വൃദ്ധസദനത്തിൽ പോയപ്പോൾ ഞാൻ വെറുതെ അമ്മമാരോടൊക്കെ കുശലം പറയും. വലിയ സ്നേഹത്തോടു കൂടി എന്നോട് സംസാരിക്കും. അവർ ഭയങ്കര ചിരിയും കളിയൊക്കെ. അപ്പോൾ അങ്ങനെ നന്നായി ചിരിക്കുന്നു, നന്നായി സംസാരിക്കുന്നു. പിന്നെ ഇവരെന്തിനാണ് ഈ വൃദ്ധസദനത്തിലേക്ക് വന്നതെന്ന് ഞാനൊരു സ്വകാര്യമായി ഒരു അമ്മയോട് ചോദിച്ചു. അതിനുശേഷം ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. ചോദിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞു, ഞാനൊരു അമ്മ എവിടെയാണ് ഇന്ന സ്ഥലത്താണ്. അമ്മ ഇവിടെ വരാൻ കാരണം അമ്മ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെയാണെങ്കിൽ കൃത്യസമയത്ത് മരുന്നുകൾ ലഭിക്കും, കൃത്യസമയത്ത് ഭക്ഷണം കിട്ടും, കൃത്യസമയങ്ങളിൽ പ്രാർത്ഥനകൾ നടത്താം, കൃത്യസമയങ്ങളിൽ ഉറങ്ങാം, എല്ലാം ഒരു നല്ല ജീവിതമായി ഞാനിത് കാണുന്നു എന്ന് അമ്മ പറഞ്ഞു. ഞാൻ രണ്ടാമത്തെ ചോദ്യം അമ്മയോട് ചോദിച്ചു, വീട്ടിലാരൊക്കെയുണ്ട് അമ്മയെന്ന് ചോദിച്ചു. വീട്ടിലുണ്ട്. എൻ്റെ ഭർത്താവ്, മൂത്ത മകന് 5 വയസ്സും രണ്ടാമത്തെ മകൾക്ക് 3 വയസ്സുമാകുമ്പോൾ മരണമടഞ്ഞതാണ്. ഞാൻ വളർത്തിയവരുണ്ട്, ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെയമ്മ അവരൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അമ്മ വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്, എൻ്റെ മൂത്ത മകൻ വിദേശത്ത് ബിസിനസ്സാണ്, മകള് സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ അവരുടെ മകൻ്റെ മരുമകളും മകളുടെ മരുമകനും ഞാനൊരു അന്വേഷണം ഇങ്ങനെ പ്രാഥമികമായി നടത്തിയപ്പോൾ അറിയാൻ ഉന്നത നിലപാടുകളും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. സത്യത്തിൽ ആ അമ്മയുടെ സങ്കടങ്ങൾ കേട്ടപ്പോൾ
ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർത്തു, സത്യത്തിൽ നമ്മുടെ സിസ്റ്റേഴ്സും ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുടെ ഒക്കെ നേതൃത്വത്തിൽ വൈദിക ശ്രേഷ്ഠരൊക്കെ സഹായത്തോടു കൂടി വിവിധ സംഘടനകളിൽ കൂടി ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ കരുതിയത്, ഒരു ഭൂതകാല ചരിത്രം ചിന്തിച്ചപ്പോൾ ആ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ അമ്മ 3 വയസ്സും 4 വയസ്സുള്ള മോളെയും മകനൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, ഒരു ബിസിനസ്സുകാരനാക്കി മാറ്റുന്നതിന് വേണ്ടി, ഒരു സ്കൂൾ ടീച്ചറാക്കി മാറ്റുന്നതിന് വേണ്ടി, അന്നൊക്കെ കൊടുങ്കാറ്റും കൊടുമഴയൊക്കെ ഉള്ള സമയത്ത് എത്രത്തോളം മണ്ണിനോടും കാടിനോടും മല്ലടിച്ചിട്ടുണ്ടാവും. അന്ന് അമ്മയുടെ അധ്വാനത്തിൻ്റെ ഫലമായി മാറ്റിവെക്കുന്ന ഒരു വിഹിതത്തിൻ്റെ ഫലമായിട്ടാണല്ലോ അവരൊക്കെ പഠിച്ചുയരാൻ കഴിഞ്ഞത്. ഇപ്പോൾ അവർ നോക്കിയാൽ അവരുടെ സാലറിയിൽ നിന്നും ചെറിയൊരു വിഹിതം മാറ്റിവെച്ചാൽ അമ്മയെ വീട്ടിൽ തന്നെ വളരെ സുരക്ഷിതമായി സംരക്ഷിക്കാൻ കഴിയുമല്ലോ. ഞാൻ അവിടുത്തെ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു, അവർ വല്ല ഇതുണ്ടോ, സഹായിക്കുന്നുണ്ടോ? ഇടയ്ക്കൊക്കെ അവർ വിളിക്കും, ഒന്ന് എന്തെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അതിനൊരു ദൃഢനിശ്ചയമില്ല. അപ്പം അങ്ങനെ ഒരു കാലഘട്ടമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉള്ളത്. അതുകൊണ്ട് ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ സത്യത്തിൽ യേശുദേവൻ്റെ ഒക്കെ ആത്മീയമായ സന്ദേശത്തിൻ്റെ പുരോഗതി തന്നെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേരിലൊന്നും കാണാതെ ഇത്തരത്തിലുള്ള സ്ഥാപനം വളർന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നുകയാണ്. സത്യത്തിൽ അഭിമന്യ പിതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിതാവ് എല്ലാ വർഷവും, ഞാൻ ഏതാണ്ട് 3, 4, 5 വർഷമായി തുടർച്ചയായി ഇവിടെ ക്രിസ്മസ് ആഘോഷത്തിന് പങ്കെടുക്കുന്നത്. പിതാവിനെ സംബന്ധിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. കഴിഞ്ഞ ദിവസം അവിടെ സംഘടിപ്പിച്ച സ്നേഹ വിരുന്ന്, അതിലെല്ലാവരും ഉണ്ട്. ഹിന്ദു ഉണ്ട്, ക്രൈസ്തവരുണ്ട്, മുസൽമാനുണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ഉണ്ട്. എല്ലാവരും ഒരേപോലെ കാണുക. ഇന്ന് നമ്മുടെ നാട്ടിലൊരു പൊതുപ്രവർത്തകന മേഖലയിൽ ഒരു വലിയ സന്ദേശം തിരുമേനിയുടെ ഉണ്ട്. പിതാവിൻ്റെ നല്ല സന്ദേശമുണ്ട്. പ്രത്യേകിച്ചും പിതാവ് സാമ്പത്തിക ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങൾക്ക് വേണ്ടി, സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ടി ആ ഉയർച്ചയെ മുന്നോട്ട് കണ്ടുകൊണ്ടൊന്ന് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ശ്രേയസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് ധനലക്ഷ്മി കോടികളായി ലോൺ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും പിതാവിനെ കണ്ടിട്ടാണ്. പിതാവിൻ്റെ സാമ്പത്തിക പ്രക്രിയ, സാമ്പത്തിക ഭദ്രത, സാമ്പത്തികം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മതാധ്യക്ഷൻ എന്ന നിലയ്ക്കാണ്, ഒരു വൈദിക ശ്രേഷ്ഠൻ എന്ന നിലയ്ക്കാണ് ശുശ്രൂഷയിലും എല്ലാ കാര്യങ്ങളിലും. തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മുടെ നാടിന് ഈ കാലഘട്ടത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയട്ടെ. ഇവിടെ പിതാവ് കഴിഞ്ഞ വർഷം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് ആ റോഡ് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നല്ലതായിരുന്നു. വർഷകാലത്ത് ഇവിടുത്തെ മാതാപിതാക്കളെ ഒന്ന് ഇറക്കിക്കൊണ്ടുപോകാനൊരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇവിടെ ഉണ്ടായിരുന്നു, മുനിസിപ്പാലിറ്റി ചെയർമാനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ അന്നൊരു 10 ലക്ഷം രൂപ ഈ റോഡിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഞാനിന്ന് മാറ്റിവെച്ചു. പക്ഷെ ആദ്യത്തെ വർഷം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ച് അതിൻ്റെ ഭൂമി വിട്ടുകൊടുക്കുന്ന നടപടി പൂർത്തീകരിച്ചിട്ടില്ല, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം. അപ്പോൾ അങ്ങനെ ഒരു വർഷത്തെ ഫണ്ട് ഞാൻ പിന്നെ അത് മാറ്റി മറ്റൊരു പദ്ധതി കൊടുത്തു. അപ്പോൾ ഈ വർഷത്തെ ഫണ്ട് ആ രേഖയൊക്കെ ക്ലിയർ ആയതിനു ശേഷം, തോമസ് സാറിന് അറിയാം, രേഖയൊക്കെ ക്ലിയർ ആയതിനു ശേഷം, റോയ് മാഷിന് അറിയാം, രേഖയൊക്കെ ക്ലിയർ ആയതിനു ശേഷം വീണ്ടും 10 ലക്ഷം രൂപ വെച്ച് മുനിസിപ്പാലിറ്റി അത് അസറ്റ് റോഡ് രജിസ്റ്ററിൽ പെടുത്തി അതിൻ്റെ സ്കെച്ചും പ്ലാനും സമർപ്പിച്ചു, എസ്റ്റിമേറ്റഡായി സമർപ്പിച്ചു. ഇപ്പോൾ അത് ഭരണാനുമതി കിട്ടി, അത് കോൺക്രീറ്റ് ചെയ്യുകയാണ്, ഭരണാനുമതി കിട്ടി. ഇനി ജില്ലാ പഞ്ചായത്ത് തൊട്ടടുത്ത ദിവസം തന്നെ ടെൻഡർ ചെയ്യും. നമ്മുടെ നാട്ടിൽ പേരുദോഷങ്ങളൊന്നുമില്ലാതെ വർക്കെടുക്കുന്ന നിരവധി കരാറുകാരുണ്ട്. പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തോട് കൂറുള്ള വിൻസെൻ്റേട്ടനടക്കം കൂടിയുണ്ട്. പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ വലിയ വർക്കുകളാണ് എടുക്കുന്നത്, നല്ലൊരു ചെറിയ വർക്കായിട്ട് ഇത് കണ്ടിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ആ വർക്കൊന്നെടുത്ത്
അതൊന്ന് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതിൻ്റെ ഭരണാനുമതി ലഭിച്ചു. അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ ഉടനെ കൊടുത്ത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരു നല്ല റോഡായിട്ട് അത് നമുക്ക് മാറ്റാൻ കഴിയണം. അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം കൂടി ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിതാവിൻ്റെ എല്ലാം നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. മുനിസിപ്പാലിറ്റി ചെയർമാനൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. ഈ വേദിയിൽ 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിലും പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിലും ഇവിടുത്തെ സംഘാടകരോട്, പ്രത്യേകിച്ച് തങ്കച്ചൻ ചേട്ടൻ, അതോടൊപ്പം തന്നെ റോയ് മാഷ്, തോമസ് സാറ്, ഇവിടുത്തെ ദാഹമുള്ള അച്ഛൻ, റോയ് അച്ഛൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നമ്മളൊരു പുതു വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ഈ കഴിഞ്ഞ ഒരു വർഷകാലം നമ്മൾ ഏറ്റെടുത്ത ത്യാഗവും കഷ്ടപ്പാടും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇനി അടുത്തൊരു വർഷം ഒരു നല്ല വർഷമായിട്ട് മാറട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നമ്മളുടെ MLA ശ്രീ IC ബാലകൃഷ്ണൻ, നമ്മളുടെ മുനിസിപ്പാലിറ്റിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ TK രമേശ്, നമ്മളുടെ മലങ്കര കാതലിക് അസോസിയേഷൻ്റെ രൂപതാ പ്രസിഡന്റ് ശ്രീ റോയ് സാർ, വൈദിക ഉപദേഷ്ടാവ് ബഹുമാനപ്പെട്ട ജെയിംസ് മലയ പ്രമ്പലച്ചൻ, നമ്മളുടെ തപോവനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ വന്നിയ മാത്യു അറമ്പൻകുടി കോറപ്പിസ്കോപ്പ, ആദരണീയായ കൗൺസിലർ ശ്രീമതി ഹേമ, നമ്മളുടെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ കൗൺസിലർ ശ്രീമതി വത്സ ജോസ്, ആദരണീയനായ ശ്രീ ജോണി PA, MCAയുടെ രൂപത ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഷാജി തോമസ്, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, വന്നിയ പോളച്ചനുൾപ്പെടെയുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സന്യസ്തരെ, തപോവനം കുടുംബാംഗങ്ങളെ, ബത്തേരിയുടെ വിവിധ മേഖലകളിൽ മുത്തായ അതിരസാർ ഉൾപ്പെടെ നമ്മുടെ വ്യാപാരി, വ്യവസായി, അതുപോലെ തന്നെ YMCA തുടങ്ങിയ വിവിധ സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞാൻ കളക്ടറെ പോകുന്നതിന് മുമ്പ് ഏതാനും വാക്കുകൾ പറഞ്ഞതാണ്. അത് കളക്ടറെ സൗകര്യത്തിന് കിട്ടിയുള്ളങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു MLA മുനിസിപ്പൽ ചെയർമാൻ ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം നമ്മളിവിടെ ജനങ്ങൾക്ക് റിസർവേഷൻ കൊടുക്കുന്ന ഒരു കമ്മീഷനുണ്ട്. ഞാൻ ജനങ്ങളുടെ സാമ്പത്തിക റിസർവേഷനെ പറ്റിയാണ് ഗവേഷണ നിരീക്ഷണ പഠനമൊക്കെ നടത്തി ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു ആൾക്ക് റിസർവേഷൻ കൊടുക്കണമെന്ന രീതിയിൽ 3 ഇക്കണോമിക് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ്. ഒന്നാമത്തേത് സോഷ്യലി കൾച്ചറലി ഒക്കെ ബാക്ക്വേർഡായി നിൽക്കുന്ന ജനമായിരിക്കണം. സോഷ്യൽ ബാക്ക്വേർഡ്നെസ് നിങ്ങൾക്ക് അറിയാം, എങ്കിലും സൂചിപ്പിക്കാൻ. രണ്ടാമത് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്, മൂന്നാമത് ഇക്കണോമിക് ബാക്ക്വേർഡ്നെസ്. ഇവരെയാണ് റിസർവേഷന് പരിഗണിക്കുന്നത് ഇന്ത്യ മൊത്താകെ. അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ വയനാട്ടിലുള്ള എല്ലാവർക്കും റിസർവേഷൻ റെക്കമെൻഡ് ചെയ്യണം. കാരണം സോഷ്യലി ബാക്ക്വേർഡാണ്, എഡ്യൂക്കേഷനലി ബാക്ക്വേർഡാണ്, ഇക്കണോമിക്കലി ബാക്ക്വേർഡാണ്. നമ്മുടെ അതുകൊണ്ട് MLA നിയമസഭയിൽ ഒന്ന് പറയണം, മനസ്സിലാവുന്നവർക്ക് മനസ്സിലാകേണ്ടത്. വയനാട് റിസർവേഷൻ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചാൽ ഇവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങൾ മാറും. പറയാൻ റീസണുണ്ട്, കമ്മീഷനെ വെക്കാം, പഠിക്കാം. നമ്മളുടെ കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ പൊതുവികസന ധാരയിൽ നിന്ന്, മുഖ്യ ധാരയിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരു ഭൂപ്രദേശമാണ് വയനാട് എന്നുള്ളതാണ് കാരണം. വല്ല പ്രശ്നമോ ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഞാൻ നേരിട്ടോളം പേടിക്കേണ്ട. അപ്പോൾ നമ്മളുടെ ഈ വയനാട്ടിലെ കർഷകരും ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്കും മറ്റ് നമ്മുടെ സ്റ്റേറ്റിലും ഭാരതത്തിൽ ലഭിക്കുന്ന രീതിയിലുള്ള പരിഗണന ലഭിക്കാത്തത് കൊണ്ടാണ്
economically, educationally and socially backward people should be promoted for reservation എന്നുള്ള നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. ഞാൻ കളക്ടറോട് പറഞ്ഞ കളക്ടർ അഡ്മിനിസ്ട്രേറ്ററാണ്, അതുപോലെ നമുക്കറിയാവുന്ന പോലെ ഇവിടുത്തെ ജഡ്ജാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു പൊതു സമൂഹത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ചിന്തയാണ്. അപ്പോൾ ഞാനത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും വയനാട് ഈ 3 രംഗങ്ങളിലും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഈ ആനുപാതികമായ ഗ്രോത്ത്, ആനുപാതികമായിട്ടുള്ള പ്രൊട്ടക്ഷൻ, ആനുപാതികമായിട്ടുള്ള സമ്പത്ത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് നേതൃസ്ഥാനത്തിരിക്കുന്ന നമ്മളെല്ലാവരും അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കളക്ടറോട് അത് പറയാനായിട്ട് ഇടയായത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നവരെ നമ്മളിവിടെ എല്ലാ വർഷവും ഒന്നിച്ചു കൂടി നമ്മളുടെ കൂട്ടായ്മ പുതുക്കുന്ന ഒരു സന്ദർഭമാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അതുപോലെ നമ്മളുടെ MLA പറഞ്ഞു, ഞാൻ ബത്തേരിയിൽ വന്നത് 2010-ലാണ്. ഇപ്പോൾ ഏതാണ്ട് നമുക്കറിയാവുന്നതല്ലേ 12-13 വർഷമായി. ഞാൻ ഒരിക്കലും മുടക്കാതെ 2 പ്രാവശ്യം വന്നിട്ടുള്ള ഏക സ്ഥാപനം ബത്തേരി രൂപതയിൽ ഇത് തന്നെയാണ്. കോളേജോ സ്കൂളോ മറ്റ് സംവിധാനങ്ങളൊന്നും. അതിനൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ അനുസ്മരിച്ച ബാബാ തിരുമേനിയുടെ സഹോദരി ജോയ്സാണ് അന്ന് ഇവിടുത്തെ തപോവനത്തിൻ്റെ ചാർജുള്ള സിസ്റ്റർ. നമുക്കറിയാം MC ഒക്കെ പിന്നീടാണ് അത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റർ ഞാനിവിടെ വന്നതിന് ശേഷം മെയ് മാസം 1 മാസം ആകുന്നുള്ളൂ, ഏപ്രിലാണ് വന്നത്. മെയ് മാസം രാവിലെ എനിക്കൊരു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനിയാണ്. ഞാൻ പറഞ്ഞാണ് ഇത് ജോയ്സാണ്. ഞാൻ പറഞ്ഞു എന്താണ്? ഭവനത്തിൽ ആൾക്കാർ ഭക്ഷണം വെക്കാറുന്നില്ല, ഇന്ന് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ കൊടുത്ത് വിടണമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ സിസ്റ്റർ അറിയില്ല, തപോവനെ കണ്ടിട്ടില്ല എന്നാണ് വന്നതിന് ശേഷം. അപ്പോൾ പറഞ്ഞു അത്യാവശ്യമായിട്ട് കുറച്ച് പൈസയാണ് ഇവിടെ തപോവനത്തിന് ഭക്ഷണം കൊടുക്കാൻ യാതൊരു നിവർത്തിയില്ല എന്ന്. അവിടെ ഞാൻ മറുപടി പറഞ്ഞു, സിസ്റ്ററെ കളിക്കേണ്ട, അരമനയിൽ ഭക്ഷണം ഇല്ലെന്ന് വരും, തപോവനത്തിലെ ഭക്ഷണം തുടങ്ങുകയില്ല എന്ന് ഉറപ്പ് തരുന്നെന്ന് പറഞ്ഞു. അന്ന് 5000 രൂപ കൊടുത്ത് തുടങ്ങിയ ഒരു അപ്പസ്തോലിക ഒരു ശുശ്രൂഷ. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും പല വേദികളിലും ഒക്കെ പറയുകയും നിങ്ങളെല്ലാവരുടെയും കൂട്ടായ്മയുടെ ഒരു വലിയ അടയാളമാണ് നമ്മൾ കാണുന്ന ഈ ഹോള്, ഇതിൻ്റെ സംവിധാനങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ MLA എന്ന് പറയുമ്പോൾ പുതിയ ഹോളൊക്കെ ആയല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബത്തേരി രൂപതയിൽ എല്ലാ പള്ളികളിലും ഒരു സർക്കുലർ അയച്ചു. അതായത് നിങ്ങൾ 365 ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ ബത്തേരി രൂപതയിലെ ഇടവക്കാർ 1 ദിവസം ഭക്ഷണം കഴിക്കണ്ട. 1 ദിവസത്തെ ഭക്ഷണത്തിൻ്റെ പൈസ ഈ നമ്മളുടെ തപോവനത്തിൽ കൊടുത്തിരിക്കണം. അതിപ്പോഴും മുടങ്ങാതെ ലഭിക്കുന്നുണ്ടെന്നാണ് തങ്കച്ചനൊക്കെ ഞാൻ മിക്കവാറും നോക്കാറുണ്ട്, നിങ്ങൾ ഡൊണേഷൻസൊക്കെ. അപ്പോൾ ഇവിടെ ഒരു പ്രയാസം വരാം. അത് പൊതുസമൂഹം ഏറ്റെടുത്ത് നമുക്കറിയാവുന്ന EMC, നമ്മുടെ അൽഫോൻസ കോളേജ് മുനിസിപ്പലൊക്കെ ഇവിടെയുണ്ട്, ഐടെക്, ഇവരെല്ലാവരും അത് ഏറ്റെടുത്തു. സെൻറ്റ് ജോസഫ് അതുപോലെ മറ്റ് എല്ലാ സംവിധാനം ഏറ്റെടുത്തപ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമായി ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും അവരെ കാണുവാനും ഇവിടെ പറഞ്ഞതുപോലെ ഇവരുടെ മഹത്വം പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുവാനും ഇടയായി എന്നുള്ളതാണ്. അത് ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ പൊതുസമൂഹത്തിലുള്ള എല്ലാവരുടെയും നമ്മളുടെ MLA പല സാഹചര്യങ്ങളിൽ ഇതുപോലെ ഇവിടെ ഒക്കെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ 10 ലക്ഷം രൂപ അത് ചെറിയ കാര്യമല്ല, MLAയുടെ ഒരു വലിയ കരുണയുടെ ഭാഗമാണ്. അടുത്ത വർഷം നമ്മളെല്ലാവരും നമുക്കറിയാവുന്ന ഇവിടെ കൺസ്ട്രക്ഷൻ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ വാർത്ത റോഡിൽ കൂടെ കാർ ഓടിച്ചു, കയ്യൊക്കെ നടക്കി വെറുതെ കയ്യിൽ നിന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ MLA പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ മുനിസിപ്പാലിറ്റി ചെയ്യണതിന് നമുക്കറിയാവുന്ന പോലെ പ്രിയപ്പെട്ട നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ രമേശ് എന്ന് കഴിഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്കറിയാവുന്നത് വളരെ ഹൃദയവിശാലതയോടെ അത് കാണുകയും നമുക്കറിയാവുന്നതിനൊക്കെ ഒരുപാട് നൂലാമാലകളൊക്കെ ഉണ്ട്, പല കാര്യങ്ങൾക്കും ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ മുനിസിപ്പാലിറ്റി പരിഹരിച്ച് ഇതുപോലെയുള്ള നമ്മുടെ ശുശ്രൂഷകൾ ഭംഗിയായിട്ട് പോകണം എന്നുള്ള ഒരു വലിയ മനസ്സതിനോട് പ്രിയപ്പെട്ട നമ്മുടെ ചെയർമാൻ ചേർത്ത് വെച്ചു. അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യടി കൊടുക്കുക. ഇനി നമുക്ക് അദ്ദേഹത്തിന് വേണേൽ സംഭാവനകളൊക്കെ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തപോവനത്തിനാണ് നമുക്ക് ആരോടും ചോദിക്കുന്നതിൽ നാണമൊന്നുമില്ല ചോദിക്കാനായിട്ട്. അതുപോലെ ഇതിനെല്ലാം ഇവിടെ കൃത്യമായിട്ട് നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന 2 അമ്മമാരിരിപ്പുണ്ട്. ഒന്ന് നമ്മുടെ ഹേമ, മറ്റേ വത്സായ, ഇവരുടെ ഒരു അമ്മമാരാണ്. അപ്പോൾ ഇവരുടെ നടുക്കാണ് അറമ്പുകൂടിച്ചെന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു അവരുടെ ഒരു വലിയ ശ്രദ്ധയിനകത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു ശ്രദ്ധയിലും കരുതലിലും ഒക്കെയാണ്. പിന്നെ ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛന്, NCAയുടെ
റോയ് സാർ ഇത് ഏറ്റെടുക്കാൻ ആദ്യം ധൈര്യം കാണിച്ചത് തോമസ് സാറാണ്. തങ്കച്ചന് തുടങ്ങി എല്ലാവരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. വലിയ കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ്, സാഹോദര്യത്തിൻ്റെ ശുശ്രൂഷയാണ്, മാനവികതയുടെ ശുശ്രൂഷയാണ്, തപോവനത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുതന്നെയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസ് വിശ്വ സാഹോദര്യത്തിൻ്റെ, വിശ്വ മാനവികതയുടെ, കരുണയുടെ, പ്രത്യാശയുടെ, അതുപോലെ തന്നെ മനുഷ്യ നന്മയുടെ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. നമുക്കറിയാവുന്ന പോലെ ഈ കാലഘട്ടത്തിൽ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം അവിടെ ക്രൈസ്തവരായിട്ട് ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഞാൻ പ്രസംഗിക്കാൻ, പിന്നെ ഒരു സഹോദരി, പിന്നെ ഒരു ആളും കൂടെ. അപ്പോൾ അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇടവക പഞ്ചായത്തിൽ പിന്നെ പഴശ്ശിരാജ സ്കൂളിലാണ്. കുറേ നാൾ എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഒരുപാട് ബിസി ആയതുകൊണ്ട് 2-3 വർഷം ഈ വർഷം പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന അവസരത്തിൽ മനസ്സിലായത് ക്രൈസ്തവർ 3 പേരേ ഉള്ളൂ. ബാക്കി എല്ലാം നമുക്കറിയാവുന്ന പോലെ ഹൈന്ദവ സഹോദരങ്ങൾ, ഇസ്ലാം മതത്തിൽപ്പെട്ടവരും മതവിശ്വാസം ഇല്ലാത്തവരൊക്കെ കാണും. എല്ലാവരും ക്രിസ്മസ് പപ്പയുടെ തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ ആടിയും പാടിയും അതുപോലെ തന്നെ മനോഹരമായ ചെണ്ടയൊക്കെ അടിച്ചാണ് ഞങ്ങളെ അവിടെ കൊണ്ടിരുത്തിയത്. അവിടെ സ്കൂളിൻ്റെ മാനേജർ നമ്മളുടെ മാനന്തവാടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൻ്റെ ഒരു സഹോദരനാണ്. എന്നോട് പറഞ്ഞ്, തിരുമേനി ഞങ്ങൾ ചെറുപ്പകാലത്തൊക്കെ ഇതൊക്കെ ഇട്ടിങ്ങനെ അടിച്ച് ഇതിനൊക്കെ നടന്നാണ്, ഞങ്ങളുടെ അടുത്ത കാര്യം വരുന്നൊന്നുമില്ല. തിരുമേനി വന്ന് വളരെ സന്തോഷം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ലോകത്തിലെ മഹാന്മാർ, ലോകത്തിലെ മത നേതാക്കന്മാർ അവരൊരിക്കലും ഒരു വിഭാഗത്തിന് വേണ്ടി സന്ദേശം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാകാതെ പ്രസംഗിക്കുന്ന മത നേതാക്കന്മാർ വരെയുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞ എന്താണ്? സർവ്വ ലോകത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സത്വാർത്ഥ മറ്റു ക്രിസ്ത്യാനിയില്ല, പിന്നീട് ക്രിസ്ത്യാനിയുണ്ടായി. അവിടെ ക്രിസ്മസ് ആർക്കാന്ന് ചോദിച്ചാൽ സർവ്വ ലോകത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സത്വാർത്ഥയാണ്. അത് നമ്മൾ വന്ന് ഇതൊരു സെക്ഷൻ ആക്കി മാറ്റുകയാണ്. ആളുകൾ നമ്മുടെ ഭാരതത്തിൻ്റെ ഹൈന്ദവ സംസ്കാരം, വസുദൈവ കുടുംബവും ഇതാർക്ക് വേണ്ടിയാണ്? ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ജീവിക്കുന്ന ഒരു ലോകത്തിൻ്റെ കാഴ്ചപ്പാട്, ഇതിനെയൊക്കെ നമ്മൾ ചുരുക്കി കൊണ്ടുവന്ന് സ്വാർത്ഥതയായ ലോകത്തിലെ മഹാന്മാരുടെ, മഹർഷികളുടെ, അതുപോലെ തന്നെ മത നേതാക്കന്മാരുടെ ഒക്കെ സന്ദേശം ഈ ലോകത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ സന്ദേശമാണ്. അതിൽ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഒരുപോലെ പ്രാധാന്യമേറിയ സന്ദേശമാണ്. നമ്മൾ പഠിച്ചു വളർന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ മനസ്സിലാകും, പക്ഷേ നോർമൽ ഇൻ്റലിജൻസ് ഇല്ലാതെ മാറിപ്പോകുന്ന മത നേതാക്കന്മാർ ഉൾപ്പെടെയുണ്ട്. ഞാനത് പറയാൻ ഒരിക്കലും മടിക്കുന്നില്ല. അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ പുതിയ സമൂഹത്തിൽ നമ്മുടെ ന്യൂ ജെന്നിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയാൻ ആഗ്രഹിക്കും. ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് MA എക്കണോമിക്സ് പഠിച്ചത്. അവിടെ നിങ്ങൾക്കറിയാവുന്ന പോലെ എല്ലാ രാഷ്ട്രീയവും എല്ലാ മതവും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ ക്രിസ്മസ് ക്രിബിടാനായിട്ട് വരുന്ന, പുൽക്കൂട്ടിടാനായിട്ട് വരുന്ന ആരാധന കഴിച്ച് ഞങ്ങൾക്ക് ക്രിസ്മസിൻ്റെ ഉണ്ണിയേശുവിനെ മേയ്ക്കാൻ പൈസ തന്നത് ഡോക്ടർ ജലീലാണ്, അദ്ദേഹത്തിൻ്റെ ഗൈഡാണ്. പിന്നെ അവിടെ പൈസ തന്നതാണ് ഡോക്ടർ നന്ദമോഹനാണ് ഫീച്ചർ സ്റ്റഡീസിൽ. പിന്നെ അവിടെ തന്നെ ഇട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പാർട്ടിക്കാരും SFIക്കാരും KSA, അന്ന് SFIയും KSA ഉള്ളതിൽ അടിയൊക്കെ ഉണ്ടാകുന്ന രീതിയിലും ക്രിസ്മസിൻ്റെ കാലത്ത് അടിയൊന്നുമില്ല. എല്ലാവരും കൂടെ ഒന്നിച്ച് വന്ന് ബില്ല് കൊണ്ടുവരികയും ഇത് വെട്ടുകയും കൊണ്ടുവരികയും കൈക്ക് മുറിക്കുകയും തിന്നുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ സംസ്കാരം. ഓണത്തിൻ്റെ സംസ്കാരം, തിരുവോണത്തിൻ്റെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാകുന്ന മാനവികതയുടെ സംസ്കാരമാണ്, ബക്രീദിൻ്റെ സംസ്കാരം. ഇങ്ങനെയുള്ള ലോക നേതാക്കന്മാരുടെ സംസ്കാരം എന്ന് പറയുന്നത് വിശാലതയുടെ, സ്നേഹത്തിൻ്റെ. ഇവിടെയാണ് ക്രിസ്മസ് വീണ്ടും പറഞ്ഞത്, ഇതാ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ച വേദവസ്തുവാണ്. 3:16 യോഹന്നാൻ, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. ദൈവം ഉണ്ടെന്ന് വരികിൽ ഏതെങ്കിലും മതത്തിൽ ദൈവമാണെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളെ മാത്രം സ്നേഹിക്കുകയില്ല. അങ്ങനെ സ്നേഹിച്ചാൽ ദൈവമല്ല. ദൈവം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്നവനാണ്. അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കുറേ ആൾക്കാർക്കുള്ളതാണ്, കുറേ ആൾക്കാരല്ല എന്നൊക്കെ പറയുന്നത് ബുദ്ധിയില്ലായ്മയുടെയും അറിയില്ലായ്മയുടെയും ഭാഗമാണ് എന്നുള്ളതാണ്. അവിടെയാണ് നമുക്കറിയാവുന്ന നമ്മുടെ MLA ഇവിടെ സൂചിപ്പിച്ചത്. അരമനയിൽ ബാബാ തിരുമേനി വന്ന അവസരത്തിൽ ഭക്ഷണവും കൊടുത്തു. ആർക്ക് കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല. നമ്മളെല്ലാവരും വിളിച്ചു, സന്മനസ്സുള്ളവരെല്ലാം വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി. അവിടെയാണ് യേശു വീണ്ടും പറഞ്ഞത്,
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതൊക്കെ നമ്മുടെ സന്മനസ്സുകൾ, ഹൃദയത്തിൻ്റെ വിശാലതകൾ, എല്ലാവരും സന്തോഷിക്കുന്ന ലോകത്തിൻ്റെ കാഴ്ചപ്പാട്, ലോകത്തിലേക്ക് കടന്നു വന്ന എല്ലാ മഹാന്മാരുടെയും, അത് നമുക്കറിയാവുന്ന പോലെ അമ്പലങ്ങളും മോസ്കുകളും പള്ളികളും ഒക്കെ ഈ സമൂഹത്തിൻ്റെ പൊതുസ്വത്താണ്. ഒരു പക്ഷേ കുറേ ആൾക്കാർ മാത്രമേ പോകുന്നുള്ളൂ, ആരാധിക്കുന്നുള്ളൂ എന്നൊക്കെ ഉള്ളൂ എന്ന് വരികിൽ തന്നെയും അതെല്ലാം മാനവിക സംസ്കാരത്തിൻ്റെ, മാനവികതയുടെ, മനുഷ്യ സഹോദര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ശാന്തിയുടെ, സമാധാനത്തിൻ്റെ അടയാള ചിഹ്നങ്ങളാണ്. അതിനെയൊക്കെ വിദ്വേഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പലതരം സ്വാർത്ഥതയുടെയും ചിഹ്നങ്ങളായി മാറ്റുന്നതാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പരിതാപകരമായ അവസ്ഥ എന്ന് പറയുന്നു. അതുകൊണ്ട് പൊതു സമൂഹത്തിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും തന്നെ അവർക്ക് പ്രത്യേകമായ മതമുണ്ടാകാം, രാഷ്ട്രീയമുണ്ടാകാം, വിശ്വാസ പ്രമാണങ്ങളുണ്ടാകാം, ചരിത്രബോധമുണ്ടാകാം. ഇതൊക്കെ ഉണ്ടെന്ന് വരികയിൽ തന്നെയും നമ്മുടെ ഈ ലോകത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മഹാന്മാരുടെ സന്ദേശമെല്ലാം നമ്മളെല്ലാം പൊതു സന്ദേശമായി, പൊതു പൈതൃകമായി, സംസ്കാരമായി ആഘോഷിക്കുന്ന മാനവികതയും സാഹോദര്യവും കാത്തു സൂക്ഷിക്കുന്ന അവസരമായി ക്രിസ്മസിനെ കാണേണ്ടതായിട്ടുണ്ട്. അത് നൽകുന്നത് സ്നേഹമാണ്, അത് നൽകുന്നത് സന്തോഷമാണ്, അത് നൽകുന്നത് സമാധാനമാണ്, അത് നൽകുന്നത് നമ്മുടെ കൂട്ടായ്മയുടെ അനുഭവമാണ്. അപ്പോൾ ഈ അനുഭവത്തെ ബലപ്പെടുത്തുന്നവരാണ് നമ്മളെല്ലാവരും എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയാകണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ വയനാടിനെ സംബന്ധിച്ച് ഇവിടെ പല വ്യക്തികളും പഠനത്തിനൊക്കെ അടുത്ത വയസ്സിലൊക്കെ വരാറുണ്ട്. നമ്മളുടെ ഇവിടെ ചെന്ന് കഴിഞ്ഞ ആ ഒരു ദിവസം നമ്മളുടെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ 72ഓളം കുട്ടികൾ ഇവിടെ വയനാട് കാണാനായിട്ട് വന്നു, പഠിക്കാനായിട്ട് വന്നു. നമ്മൾ പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഇവിടുന്ന് പോകുന്ന വലിയൊരു സാഹോദര്യത്തിൻ്റെ, വയനാട് ഇത്ര മനോഹരമാണോ, ഇവിടുത്തെ മനുഷ്യർ എത്ര മനോഹരമാണെന്നാണ് പറയുന്നത്. മനസ്സിലാണല്ലോ നമ്മളുടെ ഈ ഭംഗിയേക്കാൾ ഈ ഭംഗി, ഇവിടുത്തെ ഇടപെടലുകൾ, നമ്മുടെ ചെറിയ ചെറിയ കാപ്പിക്കടകൾ, നമ്മുടെ ചെറിയ ഓട്ടോറിക്ഷ, ഇന്നതെല്ലാം ഒരു സംസ്കാരമുണ്ട്. അത് വയനാടിൻ്റെ മനോഹരമായ ഒരു സംസ്കാരമാണ്. അത് കാത്തു സൂക്ഷിക്കുന്നതിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഇതുപോലെ കൂടിവരവ് നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. പുതിയ വർഷം കടന്നു വരുമ്പോൾ നമുക്ക് കൂടുതൽ പ്രത്യാശയോടെ, കൂടുതൽ സ്നേഹത്തോടെ, കൂടുതൽ സന്തോഷത്തോടെ, കൂടുതൽ ശാന്തിയോടെ, സാഹോദര്യത്തിൻ്റെ, നന്മയുടെ, മാനവികതയുടെ ഈ സന്ദേശം കൊടുക്കുവാൻ ഈ കൂടിവരവിന് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് തപോവനത്തിലെ എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്ന നമ്മുടെ MCAയുടെ എല്ലാ പ്രവർത്തകരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഈ അവസരത്തിൽ എല്ലാവരെയും അനുമോദിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റേഴ്സ് വളരെയേറെ ത്യാഗനിരപരമായ ശുശ്രൂഷയാണ് നൽകുന്നത്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ഇതിനേക്കാൾ എല്ലാവരെയും ഇവിടെ വസിക്കുന്നതായ നമ്മുടെ ഈ സഹോദരി സഹോദരന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ജോഡി നിങ്ങൾക്കറിയാവുന്ന വാഴവറ്റ 72 പേരെ ഇതുപോലെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനാണ് നമ്മൾ തപോവനത്തിൻ്റെ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ ആദ്യത്തെ തപോവനം അവാർഡ്, അത് നല്ല കൈകൊണ്ട് കൊടുക്കണം വിചാരിച്ചുകൊണ്ടാണ് കളക്ടറൊക്കെ വിളിച്ച് ഒന്നാമത്തെ തപോവനം അവാർഡ് കൊടുക്കുവാനായിട്ടിടയായത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഈ സ്ഥാപനത്തിൻ്റെ കുടുംബാംഗങ്ങളാണ്. നിങ്ങളെല്ലാവരെയും പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് എല്ലാവർക്കും നമ്മളുടെ പുതുവർഷത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. ദൈവമേ. ക്രിസ്തുമസിൻ്റെ വലിയ സന്ദേശമാണ് പിതാവ് നൽകിയത്. അതോടൊപ്പം തന്നെ ആ സ്നേഹം പങ്കിടുന്ന കേക്ക് മുറിക്കൽ ചടങ്ങ് ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. തപോവനത്തിലെ അന്തേവാസി കുട്ടിയോട് ചേർന്ന്, വന്യപിതാവിനോട് ചേർന്ന് കേക്ക് മുറിക്കുന്നു.
കേരളത്തിലെ ഏറ്റവും നല്ല ക്ലീൻ സിറ്റി, ഫ്ലവർ സിറ്റി ആയിരിക്കുന്ന സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി നഗരപിതാവ് ആശംസകൾ നേർന്ന് സംസാരിക്കുമ്പോൾ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന തിരക്കിടയ്ക്ക് ഇടയിൽ ഇവിടെ വരുവാനും നമ്മോട് സംസാരിക്കുവാനും കാണിച്ച വലിയ സൗമനസ്യത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ മീറ്റിങ്ങിലേക്ക് ആശംസാ പ്രസംഗത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. തപോവനത്തിൻ്റെ ക്രിസ്തുമസ് ആഘോഷ പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട രൂപതയുടെ പിതാവ് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രോപ്പൊലീത്ത, സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട റോയി കയ്യലത്ത്, ഉദ്ഘാടന പരിപാടി നിർവഹിച്ച് വന്നിട്ടുള്ള ബഹുമാനീയനായിട്ടുള്ള വയനാട് ജില്ലാ കളക്ടർ രേണുരാജ് IAS, ക്രിസ്തുമസ് സന്ദേശം നൽകി സംസാരിച്ച പ്രിയപ്പെട്ട നിയോജക മണ്ഡലം MLA IC ബാലകൃഷ്ണൻ അവറുകൾ, പ്രിയപ്പെട്ട നഗരസഭയുടെ കൗൺസിലർമാരായിട്ടുള്ള ഹേമേച്ചി, പ്രിയപ്പെട്ട വത്സേച്ചി, പ്രിയപ്പെട്ട തങ്കച്ചേട്ടൻ, പ്രിയപ്പെട്ട ജോണി, പ്രിയപ്പെട്ട ഷാജി തോമസ്, പ്രിയപ്പെട്ട ഒരാളെ കൂടെ ഈ അവസരത്തിൽ പറഞ്ഞില്ലെങ്കിൽ അത് ഒരു മോശമാകും എന്നുള്ളതുകൊണ്ട് ഞാൻ എന്നും ഈ തപോവനത്തിൻ്റെ ചേർന്നാണ് ഒരു അന്തേവാസി എന്നുള്ള നിലക്ക് എന്നും രാവിലെ 7 മണിക്ക് കാണുന്ന ഈ തപോവനത്തിലേക്ക് വരുന്നൊരു അച്ഛനുണ്ട്, ജോർജ് കൊണ്ടാനൊരു അച്ഛൻ. എന്നും ഈ തപോവനത്തെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി രൂപത കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ തപോവനം നൽകുന്ന വലിയ സന്ദേശം ഇവിടെ വന്നിട്ടുള്ള അന്തേവാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ലോകത്തിന് നൽകുന്ന വലിയ സന്ദേശത്തിന് എന്നും പ്രാർത്ഥനയുടെ രൂപത്തിൽ ഇവിടെ വന്നു പോകുന്ന പ്രിയപ്പെട്ട അച്ഛൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ, രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, പ്രിയപ്പെട്ട സിസ്റ്റർമാർ, പ്രിയപ്പെട്ട വൈദിക സെഷന്മാർ, ഏറ്റവും പ്രിയപ്പെട്ട ഈ തപോവനത്തിലെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് സന്ദേശം പിതാവും MLA എല്ലാം നൽകി കഴിഞ്ഞു. പക്ഷെ ഞാൻ കാണുന്നത് ഈ തപോവനമാണ് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആതുര സേവന രംഗത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് നമ്മൾ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും മാതൃകയായി കാണാവുന്ന ഒരു സ്ഥാപനം. അതുതന്നെയാണ് ക്രിസ്മസ് സന്ദേശമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അതിനൊന്ന് 2 കാര്യങ്ങളുണ്ട്. ഇവിടെ പിതാവ് ക്രിസ്മസിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു. യേശു എന്താണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ച് ഇവിടെ സംസാരിച്ചു. പക്ഷെ ഞാൻ പിതാവിനെ കാണുന്നത് മറ്റുള്ള മതസ്ഥരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ ഈ രൂപത ചേർത്ത് നിർത്താനും കാണിക്കുന്ന ഒരു വല്ലാത്തൊരു മനസ്ഥിതി. ഇതിന് തൊട്ടടുത്ത് തന്നെ, നമ്മുടെ തപോവനത്തിന് തൊട്ടടുത്ത് തന്നെ പുത്തങ്കുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഞാൻ പഠിച്ച 5ാം ക്ലാസ് വരെ ഞാൻ ആ സ്കൂളിലാണ് പഠിച്ചത്. അതിനോട് അന്ന് ചെറിയൊരു ആരാധനയും ഉണ്ടായിരുന്നു, ചെറിയൊരു ഓഡിറ്റോറിയം ആരാധന ഉണ്ടായിരുന്നു മുസ്ലിം സഹോദരങ്ങളുടെ. അന്ന് വലിയ ഈ പ്രദേശത്താകെയുള്ള ഒരു UP സ്കൂൾ എന്ന നിലക്ക് ഞങ്ങളെല്ലാവരും ഒരുപക്ഷെ ഈ പ്രദേശത്ത് പുത്തങ്കുന്ന് മുതൽ മൂലങ്കാവ് മുതൽ പോയി നടന്നു പോന്ന് പഠിച്ചു പോകുന്ന ഒരു സ്കൂൾ എന്ന നിലക്ക് ഞങ്ങൾ അവിടെയാണ് പോകാറ്. അങ്ങനെ അന്ന് കണ്ട ഒരു പള്ളി, ആ പള്ളിക്ക് വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്ന് പിതാവിനെ കണ്ട് അങ്ങനെ ഭാരവാഹികൾ, മുസ്ലിം സഹോദരങ്ങളായിട്ടുള്ള ഭാരവാഹികൾ പിതാവിനോട് കണ്ട് സംസാരിച്ചപ്പോൾ യാതൊരു ഉപേക്ഷയും കൂടാതെ ഇന്ന് നമുക്ക് പോയി കാണാൻ വേണ്ടി കഴിയും. അവിടെ നമ്മുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ രൂപത നൽകിയിട്ടുള്ള സ്ഥലത്തിൽ ഒരു മുസ്ലിം പള്ളി സഹോദരങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിച്ച വലിയൊരു മനസ്സിന് ഉടമയാണ് നമ്മുടെ പിതാവ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയമില്ല. നമുക്കറിയാം, അങ്ങനെയാണ് നമ്മൾ ചിലവരൊക്കെ വാക്കുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രവൃത്തികളോട് കാണിക്കുന്നത് വളരെ ചുരുക്കം ചിലർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പിതാവിൻ്റെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന വൈദിക ശ്രേഷ്ഠരുടെയും ആകെ ഒരു വലിയ മനസ്സിൻ്റെ ഉടമ തന്നെയാണ് ഇവരെല്ലാവരും എന്നുള്ളത് നഗരസഭയ്ക്ക് അറിയാം. നഗരസഭയോടും ഇത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങൾക്കകത്തും. ഇപ്പം പിതാവ് എന്നോടൊരു ആശയം പങ്കുവച്ചിരിക്കുകയാണ്. നമ്മുടെ നഗരസഭയിൽ ആരും വിശന്ന് ഇരിക്കാൻ പാടില്ല. പുതിയ നഗരസഭയുടെ ഒരു കൺസെപ്റ്റാണ്
ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഹാപ്പിനെസ് ഇൻഡെക്സ് പെട്ടെന്ന് ഉണ്ടായി വരുന്നതല്ല. വേൾഡിൽ തന്നെ ഒരു ചെറിയ കൊച്ചു രാജ്യം മാത്രമാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് കൈവരിച്ച നേട്ടമുള്ള ഒരു രാജ്യം. നമ്മൾ ഈ കേരളം ആകെ അങ്ങനെ മാറണമെന്ന് വിചാരിച്ച് ഒരു പ്രാദേശിക ഗവൺമെൻറ് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വളരെ മുന്നോട്ടായി നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ കുറേ കൂടെ കാര്യങ്ങൾ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന തപോവനത്തിലെ നമ്മുടെ അന്തേവാസികളും ഈ രീതിയിലേക്ക് വരണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളൊരു പ്ലാൻ ഈ വർഷം ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഡിവിഷൻ കൗൺസിലർ ഉൾപ്പെടെ അതിനകത്ത് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ വെച്ചിട്ടുള്ളത്, പലപ്പോഴും ഞങ്ങൾ പദ്ധതിയിൽ വെക്കുമ്പോൾ തപോവനത്തിന് നിയമപ്രശ്നമായിട്ട് ഒന്നും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തപോവനത്തിനുള്ളിലുള്ളവർ തന്നെ ഒരു അയൽക്കൂട്ടം പോലെ നമ്മുടെ അന്തേവാസി സഹോദരങ്ങളെല്ലാവരെയും വെച്ച് ഒരു അയൽക്കൂട്ടം പോലെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ പുറത്തോട്ട് കൊണ്ടുപോകുന്നതിനും ഇവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നമുക്കിവിടെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും. അതിനുവേണ്ടി നഗരസഭ ഈ പ്രാവശ്യം പദ്ധതി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട നിയോജക മണ്ഡലം MLA നമുക്ക് 10 ലക്ഷം രൂപ തന്നു. അത് ഒന്ന് രണ്ട് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഫണ്ട് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ അത് പബ്ലിക്കായിരിക്കണം. പബ്ലിക് സ്ഥലത്ത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇതിനൊരു പ്രത്യേക താല്പര്യമെടുത്തു, നമ്മുടെ ആസ്തി രജിസ്റ്ററിൽ ചേർത്തു, അത് കൊടുത്തു. ഇത് ASും TSും നമുക്ക് ലഭിച്ചു. അത് ജില്ലാ പഞ്ചായത്ത് ഇനി ടെൻഡറിലേക്ക് വെച്ച് ഏതാണ്ട് ജനുവരി മാസത്തിനുള്ളിൽ നമുക്കിതിന് പണി പൂർത്തീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കുറേ കൂടെ എല്ലാവർക്കും വെള്ളം എത്തിക്കുക എന്നുള്ളൊരു കൂടി, നമ്മുടെ എല്ലാം റോഡ് വേണം, നമുക്ക് ലൈറ്റ് വേണം, ഭവനങ്ങൾ വേണം, നല്ല ക്ലീനായിരിക്കുന്ന സിറ്റി വേണം. പക്ഷെ കുടിക്കുന്ന വെള്ളം ക്ലീനായിരിക്കണം എന്നുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടി 5000 കുടുംബങ്ങൾക്ക് ഈ പ്രാവശ്യം നേരിട്ട് നഗരസഭ കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കുന്നു. പൈപ്പ് ലൈൻ പ്രവൃത്തി നടക്കുന്നതുകൊണ്ട് അതിൻ്റെ സൈഡ് കൂടി നമുക്ക് തീരെ ചെറിയ റോഡാണ് ഇവിടേക്ക് വരുന്നത്. ആ സൈഡ് കൂടി കോൺക്രീറ്റ് ചെയ്ത് വീതി കൂട്ടി വരാനുള്ള റോഡിൻ്റെ പൈസ കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് നേരെ മേലെയുള്ള നിർമ്മാണ പ്രവൃത്തികളെല്ലാം നടത്തി കഴിഞ്ഞു. തീർച്ചയായിട്ടും തപോവനത്തിലേക്കുള്ള അന്തേവാസികളെ പോലെ തന്നെ തപോവനത്തിലെ മാനേജ്മെൻറ്റ് തങ്കച്ചേട്ടൻ ഉൾപ്പെടെയുള്ളവരോട് ഞാൻ തന്നെ 1-2 റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 1-2 ഇങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഈ പ്രത്യേക പരിഗണന നൽകാൻ കഴിയുമോ എന്ന് വളരെ വേദനയോടുകൂടി ചിലപ്പോൾ ഇതിനെ കാണാനും നിന്നിട്ടുണ്ട്. കാരണം പലപ്പോഴും ഇവരോടൊക്കെ ചോദിക്കുമ്പം ഇവർക്ക് വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ എല്ലാ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഇവരുടേതായ കുഴപ്പങ്ങളോ കൊണ്ടല്ല അവിടെ എത്തിച്ചേരുന്നത്. സാഹചര്യത്തിൽ അവരുടെ ചുറ്റുപാടുമുള്ള പലവിധ സാഹചര്യങ്ങളെ ഇവിടേക്ക് നയിച്ചവരാണ്. അവരെ ചേർത്ത് നിർത്തണം. എനിക്ക് തോന്നുന്നു വലിയ സന്ദേശമാണ് ഈ ഇവിടെയുള്ളവർ. ഓരോ ദിവസവും എൻ്റെ വീട് ഇതിനടുത്ത് തൊട്ടായതുകൊണ്ട് തന്നെ ഒരു വിവാഹം നടക്കുമ്പോൾ ആ വിവാഹത്തിന് തൊട്ട് മുമ്പ് ആ വിവാഹത്തിനൊരു പങ്ക് ഇവിടെ നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പല ആഘോഷങ്ങളും നമ്മുടെ നഗരസഭയിൽ നടത്തുമ്പോൾ അവർക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ മകൻ അസംഷൻ സ്കൂളിലാണ് പഠിക്കുന്നത്. ഒരു വർഷത്തിൽ 3 ദിവസം എൻ്റെ മകൻ പ്രത്യേകം പൊതിച്ചോറ് കൊണ്ടുപോകുന്നുണ്ട്. ആ പൊതിച്ചോറ് കൊണ്ടുവരുന്നത് ഉച്ചയ്ക്ക് ആ പൊതിച്ചോറുമായി ആ കുട്ടികളെല്ലാം ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സമൂഹത്തിൻ്റെ മുഴുവൻ ഒരു ചേർത്ത് നിർത്തലും നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ അന്തേവാസി സഹോദരങ്ങൾ ഇവിടെ എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഇനി വരാതിരിക്കട്ടെ, ഇതിനെ നമുക്ക് ആ രീതിയിലേക്ക് പ്രാർത്ഥന ആരാധനയുമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സമില്ല. ആ വേണ്ട സഹായ സഹകരണങ്ങൾ നമുക്കെല്ലാം ഈ തപോവനത്തിന് കൂട്ടായി ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ഒരു ഒരു പ്രദേശത്ത് നല്ലൊരു ആരാധന ആലയം പോലെ നമുക്കിതിനെ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നഗരസഭയെ എന്നും ചേർത്ത് നിർത്തുന്ന ശ്രേയസ്സും അതുപോലെ തന്നെ നമ്മുടെ രൂപതയും ഈ ക്രിസ്മസ് ആഘോഷത്തിൽ നഗരസഭയെ ചെയർമാൻ നിലക്ക് എന്നെ വിളിച്ചതിലധികം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ചെയർമാന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. തപോവനം അന്തേവാസികളുടെ ക്രിസ്മസ് ഗാനമാണ് ഇപ്പോൾ ആലപിക്കുവാനായിട്ട് അന്തേവാസികളായ സഹോദരങ്ങളെ പ്രത്യേകമായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്.
കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാനായി മനതാരിൽ നിനച്ചിരുന്നു. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാനായി മനതാരിൽ നിലച്ചിരുന്നു. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലരാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലരാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ജീവന്റെ പാതയിൽ കാരുണ്യകനമായി കരുണാദ്രനലിഞ്ഞ ദിനം ആലോലമാട്ടിലളിച്ചിടുവാനായി കൃപയിൽ നിറഞ്ഞിരുന്നു. ജീവന്റെ പാതയിൽ കാരുണ്യകനമായി കരുണാദ്രനലിഞ്ഞ ദിനം ആലോലമാട്ടിലളിച്ചിടുവാനായി കൃപയിൽ നിറഞ്ഞിരുന്നു. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലരാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലരാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. നമ്മുടെ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ഭൂമേലാധികാരി അച്ഛൻ പോൾ ആൻഡ്രൂസിനെയും എക്യുമെനിക്കൽ ഫോറത്തിന്റെ സെക്രട്ടറി വിൻസെന്റിനെയും മറ്റ് ആരാധരായ പ്രമുഖരെ എല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഈ സാന്നിധ്യത്തെ ഓർക്കുന്നു. ഇപ്പോഴ് നമ്മുടെ തപോവനത്തിൻ്റെ പ്രഥമ അവാർഡ് സ്വീകരിച്ച് നമ്മുടെ മധ്യ സന്നിഹിതനായിരിക്കുന്ന തപോവന അവാർഡ് ജേതാവ് ജ്യോതിസിൻ്റെ ഡയറക്ടറും സ്ഥാപകരുമായ പ്രിയപ്പെട്ട ജോണി പി അവരെ അനുമോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ MCAയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് മെമ്പർ പ്രിയ ബഹുമാനപ്പെട്ട തങ്കച്ചൻ ചെരുവിലും സംസാരിക്കുന്നു. മംഗളപത്ര സമർപ്പണവും. വന്യപിതാവേ, വൈദിക ശ്രേഷ്ഠരെ, ആത്മായ സഹോദരങ്ങളെ, തപോവന കുടുംബത്തിലെ അംഗങ്ങളെ, നമ്മളുടെ പ്രോട്ടോക്കോളൊക്കെ അല്പം ഒന്ന് മാറി ഏറ്റവും ബഹുമാനപ്പെട്ട കളക്ടർക്ക് പോകേണ്ടതുകൊണ്ട് ആ കർത്തവ്യം നിർവഹിച്ചു പോയി. അതിൻ്റെ ഒപ്പം തന്നെ നടക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇത്. ജോണിച്ചേട്ടനെ സംബന്ധിച്ച് നമുക്കറിയാം, 72ഓളം അന്തേവാസികളെ നോക്കുന്ന ഒരു സ്ഥാപനം മനുഷ്യന് എത്രമാത്രം കരുണ നൽകുന്നുണ്ട് എന്ന്. തപോവനം ഒരു അവാർഡ് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരിക്കൽ പോലും ഒന്ന് മാറി ചിന്തിക്കേണ്ടി വന്നില്ല. ജോണിച്ചേട്ടൻ്റെ പേരിൽ നിന്ന് കാരുണ്യത്തിൻ്റെ കരങ്ങൾ കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്ന അങ്ങേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വറ്റാത്ത നീരുറവയായി അനേക വർഷങ്ങൾ ലൗകിക സുഖങ്ങൾ മാറ്റിവെച്ച് മാനവികതയ്ക്ക് മാതൃകയായി താളം തെറ്റിയ മനുഷ്യമക്കൾക്ക് പ്രത്യാശയുടെ വെളിച്ചം പകർന്നു നൽകി
പുത്തൻ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി ആശ്രയവും ആശ്വാസവുമേകി ആലംബഹീനരെയും രോഗികളെയും അവശരെയും ഉള്ളോട് ചേർത്ത് നിർത്തി മനുഷ്യത്വം ആവോളം നൽകി അനേകരെ പരിപാലിക്കുന്ന അങ്ങയെ ഞങ്ങൾ അകമഴിഞ്ഞ് ആദരിക്കുന്നു. സ്നേഹം പറ്റാത്ത മനസ്സിനുടമയായി നാൾക്കുനാൾ വളരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബത്തേരി രൂപതയുടെ അശരണരുടെ അഭയകേന്ദ്രമായ തപോവനത്തിൽ നിന്നും മംഗളാശംസകൾ. പ്രഥമ തപോവന അവാർഡ് നൽകി ബത്തേരി രൂപത അങ്ങയെ ആദരിക്കുന്നു. തപോവനം കുടുംബം നിറഞ്ഞ ഹൃദയത്തോടെ ഈ സ്നേഹ പുരസ്കാരം സാദരം സമർപ്പിക്കുന്നു. ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത, ബത്തേരി രൂപതാധ്യക്ഷൻ, മോൺസിഞ്ഞോർ മാത്യു അറമ്പുകുടിയിൽ കോർബിസ്കോപ്പ, അഡ്മിനിസ്ട്രേറ്റർ തപോവനം, റോയി കയ്യാലത്ത് MCA, ബത്തേരി രൂപത പ്രസിഡന്റ്. താങ്ക് യു. നമ്മുടെ സമ്മേളനം ഇവിടെ സമാപിക്കുകയാണ്. ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുവാനായിട്ട് സോറി നമ്മുടെ അവാർഡ് ജേതാവ് പ്രിയപ്പെട്ട ജോണി ചേട്ടൻ, വയനാട് ജില്ലാ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വലിയ നേതൃത്വം നമ്മുടെ വയനാട് ജില്ലയ്ക്കുണ്ട്, സംസ്ഥാന സമിതിക്കുണ്ട്. വളരെ കാര്യക്ഷമമായി വലിയ സംഭാവന ഈ ഓർഫനേജ് പ്രവർത്തനങ്ങൾക്ക് സഹായകമാണ്. അദ്ദേഹത്തിൻ്റെ വലിയ അനുഗ്രഹീത സാന്നിധ്യവും അദ്ദേഹത്തിന് നൽകുന്ന വലിയ ആദരവും നമ്മൾക്ക് ഏറെ അഭിമാനത്തോടെ ഓർക്കാം. ഇത്തരുണത്തിൽ നമ്മുടെ തപോവന അന്തേവാസികളുടെ മുൻപിൽ നിന്നുകൊണ്ട് ഈ അവാർഡ് ഏറ്റെടുത്ത ശേഷം നമ്മോട് തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന മറുപടി പ്രസംഗത്തിനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മെ ഏവരെയും ആത്മീയ ചൈതന്യത്തിലേക്ക് നയിച്ച് നമ്മെ ആ ചൈതന്യത്തിൽ നിലനിർത്തുവാൻ ഏറ്റവും ആദ്യം സത്യനായക പാടിയ ബാബുച്ചേട്ടൻ, നമുക്ക് ഏവർക്കും സ്വാഗതം ആശംസിച്ച സ്നേഹ ബഹുമാനപ്പെട്ട റോയി കയ്യാലത്ത്, ആമുഖ പ്രഭാഷണത്തിലൂടെ ഇന്ന് നടക്കുന്ന ക്രിസ്മസ് പരിപാടികളുടെ വിശദീകരണം നൽകിയ സ്നേഹ ബഹുമാനപ്പെട്ട ജെയിംസ് മലപ്പുറമിലച്ചൻ, ഇന്ന് നമുക്കേവർക്കും ഇന്നത്തെ യോഗ നടപടികൾക്ക്, ആഘോഷ പരിപാടികൾക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച അഭിവന്ദ്യ തിരുമേനി, ഇന്നത്തെ യോഗ നടപടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കടന്നുപോയ നമ്മുടെ ജില്ലാ കലക്ടർ ഡോക്ടർ രേണുക IAS, സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സഹകരണം കൊണ്ടും ഈ വേദിയും സദസ്സും അലങ്കൃതമാക്കിയിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, വിവിധ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള മഹത് വ്യക്തികളെ, മുനിസിപ്പൽ ചെയർമാൻ അടങ്ങുന്ന മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ അംഗങ്ങളെ, അവരോടൊപ്പം സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എപ്പിസ്കോപ്പ അർമാങ്കുടി അച്ഛ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ തപോവനം ഒരു പ്രഥമ പുരസ്കാരം നൽകി എന്നെ ആദരിക്കുമ്പോൾ 2200ഓളം വരുന്ന കേരളത്തിലെ അഗതി അനാഥ ഭവനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുക. ക്രിസ്മസ് കാലഘട്ടത്തിൽ അത് ഞാൻ സ്വീകരിക്കുമ്പോൾ എനിക്കുള്ള സന്ദേശം ഇതാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഞാനിവിടെ കാണുന്നത് സമാധാനമുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ്. എനിക്ക് പറയാനുള്ളത് കേൾക്കേണ്ടവരുണ്ടായിരുന്നവരെല്ലാം പോയി. പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്ന വേദികളൊന്നും പറയേണ്ടവർ പറയേണ്ട സമയം എത്തുമ്പോഴേക്കും കേൾക്കേണ്ടവർ നാട് വിട്ടു പോകും. ഇതുവരെയുള്ള എൻ്റെ അനുഭവം അതുകൊണ്ടാണ്. അതിനാൽ തന്നെ പലപ്പോഴും ഞാൻ
ഇത്ര വേദികളിൽ പറയാറില്ല. മറിച്ച് എനിക്ക് നീതി ലഭിക്കേണ്ട മേഖലകൾ ആർക്ക് നീതി ലഭിക്കണമോ അവർക്ക് നീതി ലഭിക്കേണ്ട നീതിപീഠത്തിലൂടെയാണ് പോകുക. അധികവും കോടതിയിലൂടെ പോയിട്ടാണ് നീതി കണ്ടെത്തുക. കാരണം അതിന് പിന്നിൽ പ്രവർത്തിക്കേണ്ടുന്ന വിഭാഗങ്ങളൊക്കെ ഏറെയുണ്ട്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന അറിയാത്ത അനേകരുണ്ട്. നമ്മളറിയുന്ന 1-2 കാര്യമുള്ളൂ. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇത് നമ്മൾ ചെറുപ്പകാലത്ത് നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചു വിടും. അതിനുശേഷമുള്ള ഭരണഘടനയെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഒരു അവിഹിത ഗർഭം ധരിക്കുന്ന സ്ത്രീയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് പോലും സംരക്ഷണം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. എന്നാൽ നമ്മൾ എങ്ങനെയാണ് 4 അടി 5 അടി 6 അടി ഉയരമുള്ള നമ്മുടെ വൈകല്യബാധിതർക്ക് അവകാശം നേടിക്കൊടുക്കുക എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഞാനൊരു ഉദാഹരണമായിട്ട് നിങ്ങളോട് പറയുക. എൻ്റെ മുന്നിലിരിക്കുന്ന ചിലർ 4 അടി ഉയരമേ ഉള്ളൂ. ആ 4 അടി ഉയരമുള്ള ഒരു വ്യക്തിക്ക് 6 അടി ഉയരമുള്ള ഒരു മതിലിനപ്പുറം കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട മലയാളക്കുടി അച്ഛൻ സൂചിപ്പിച്ച കാര്യത്തിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ട് ഞാനതൊന്ന് സൂചിപ്പിക്കുക. അഗതികൾ, അനാഥർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയൊക്കെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന 4 അടി ഉയരമുള്ള ഒരു വ്യക്തി 6 അടി ഉയരമുള്ള മതിലിനപ്പുറത്തെ കാഴ്ച കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം അതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഉള്ളവരോട് പ്രസംഗിക്കുക എൻ്റെ ഒരു അഭിലാഷമല്ല. മറിച്ച് നിങ്ങൾ സന്മനസ്സുള്ളവരുടെ കൂട്ടായ്മയിലായതുകൊണ്ട് എനിക്ക് പറയേണ്ടി വരുന്നില്ല. 4 അടി ഉയരമുള്ളവനെ 6 അടിക്കപ്പുറമുള്ള കാഴ്ചകൾ കാണാൻ നമ്മളൊരു 2 അടി ഉയരമുള്ളൊരു തട്ട് വെച്ച് കൊടുക്കുന്ന പ്രവൃത്തി, അതാണ് നമുക്ക് വേണ്ടത്. അതാണ് ഇന്ന് തപോവനം ചെയ്യുന്നത്. വയനാട് ജില്ലയിലുള്ള 28ഓളം സ്ഥാപനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളും അതാണ്. ഈ പ്രവർത്തനത്തിന് ഒരു ശ്ലാഘനീയമായ ഒരു അംഗീകാരം നൽകിയതിന്, എന്നെ ആദരിച്ചതിന് ഞാൻ തപോവനത്തിൻ്റെ പ്രവർത്തകരോട്, തപോവനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരോടും, അതോടൊപ്പം തന്നെ വിശിഷ്യ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പക്ഷം ചേരുന്ന എല്ലാ ജനതയോടും ചേർന്ന് അവർക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എൻ്റെ ഭാര്യ ഇവിടെയുണ്ട്. ഭാര്യയെ കൂടി ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്ന് വിളിക്കുകയാണ്. നിങ്ങൾ അതിനായിട്ടൊരു പ്രത്യേകം അനുമതി ഞാൻ ബഹുമാനപ്പെട്ട പിതാവിനോട് ചോദിക്കുക. എൻ്റെ ഭാര്യയെ കൂടി ഈ വേദിയിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് ഒന്ന് പരിചയപ്പെടുത്താൻ. കഴിഞ്ഞ 34 വർഷമായി, 30 വർഷത്തിലേറെയായി എൻ്റെ ഭാര്യ എന്നോടൊപ്പം ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ട്. 33 വർഷം കഴിഞ്ഞ് 34 വർഷത്തിലാണ് ഞങ്ങളുടെ ജ്യോതിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നിലവിൽ നമ്മുടെ കേരളത്തിലുള്ള സംഘടനകളുടെ എണ്ണം, അഗതി അനാഥ ഭവനുകൾ എന്ന് പറയുന്നത് 2200. അതിൽ 126ഓളം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻ്ററുകളുണ്ട്, മാനസിക രോഗികളുടെ പുനരധിവാസ കേന്ദ്രം. 27ഓളം സ്ഥാപനങ്ങൾക്ക് അതിന് ഗ്രാൻഡ് സർക്കാർ കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവിഹിത ഗർഭം ധരിച്ച സ്ത്രീയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് വരെ സംരക്ഷണം നൽകുന്ന നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് ഈ സംരക്ഷണം കിട്ടുന്നില്ല? എന്തുകൊണ്ടാണ് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി കൂടുതൽ സർക്കാരുകൾ രംഗത്ത് വരുന്നില്ല എന്നുള്ളത്, അതിൻ്റെ ഒരു ഉദാഹരണവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. കാരണം അവരിൽ നിന്നൊന്നും ലഭ്യമല്ല എന്നൊരു തിരിച്ചറിവുണ്ട് സർക്കാരിന്. പലപ്പോഴും കാണുമ്പോൾ അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് അവരൊരു കാര്യത്തിന് ഒരു സ്റ്റെപ്പ് വെക്കുക. അവകാശ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ത്രിതല പഞ്ചായത്തുകളെയൊക്കെ സമീപിക്കുമ്പോൾ അവർ കൈമലർത്തുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. എന്നാൽ കോടതിയിലേക്ക് പോയാൽ കോടതി അതിനൊരു പരിഹാരം, കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സർക്കാരിനെതിരെ എങ്ങനെയാ പറയുക? മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ പോലും എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ജോണി, എങ്ങനെയാണ് സർക്കാരിനെതിരെ ഒരു നടപടി സ്വീകരിക്കുക? ഇതൊരു പൊതു താല്പര്യ ഹർജിയായിട്ട് നമുക്ക് കൊടുക്കാം, പക്ഷേ ഞാൻ സംസാരിച്ച് നോക്കാമെന്ന. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒരു വിമർശനാത്മകമായ രീതിയിലേക്ക് പോകുന്നില്ല. ഇന്ന് എല്ലാവരെയും നിങ്ങൾക്ക് എൻ്റെ പേരിൽ, ജ്യോതിനിവാസിൻ്റെ പേരിൽ, അതോടൊപ്പം ഇനി തപോവനം ഞങ്ങളെ ആദരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട്
ക്രിസ്തു ജയിക്കട്ടെ, ക്രിസ്തുരാജൻ വളരട്ടെ എന്ന ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്. അഭിമന്യ പിതാവ് ഇപ്പോൾ രണ്ടുപേരെ ഒരുമിച്ച് ഷാളണിച്ച് ഒരിക്കൽ കൂടി ആദരിക്കുന്നു. ആദരവ് അറിയിച്ചുകൊണ്ട് ആദരവ് സ്വീകരിക്കുവാനായിട്ട് ജോണിച്ചേട്ടനെയും പ്രിയതമയെയും ആദരവോടെ ക്ഷണിക്കുന്നു. നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജോണിച്ചേട്ടനെ എൻ്റെ ഭാര്യയെ കൂടി വിളിക്കണത്. നമ്മളവർ രണ്ടായിട്ട് കാണാറില്ല, ഒന്നിച്ചാണ് കാണുന്നത്. കല്യാണ സമയത്ത് പറയുകയാണ് ഞങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന്. അപ്പോൾ അതുകൊണ്ട് അവാർഡ് വന്നിരിക്കുന്ന രണ്ടുപേർക്കും കൂടിയാണ്. എങ്കിലും നമുക്കറിയാവുന്ന പോലെ ഈ ജോണിച്ചേട്ടൻ ഇങ്ങനെ തൻ്റെ ഭാര്യയെ പ്രത്യേകം ഓർക്കുകയും നമ്മളുടെ മുന്നിലെ പ്രിയപ്പെട്ട ഗ്രേസ്യ നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹമായി കരുതി പറഞ്ഞതുകൊണ്ട് ജോണിച്ചേട്ടനെയും ഗ്രേസ്യയും ഒരുപോലെ അനുമോദിക്കുകയും നമ്മളെ ഷാളിട്ട് ഗ്രേസ്യയുടെ ശുശ്രൂഷയെ ഇവിടെ അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. വേദിയിലേക്ക് രണ്ടുപേരെയാണ് വിളിച്ചത്. പക്ഷെ അന്നേരം ആ സമയത്ത് കേൾക്കായിരിക്കാം. സോറി. നമ്മുടെ ആദരണീയനായ മീറ്റിംഗ് ഇവിടെ സമാപിക്കുമ്പോൾ ഇതിന് ശേഷം നമ്മൾ എല്ലാവരും സ്നേഹവിരുന്നിൽ പങ്കുചേരുന്നു. അത് കഴിച്ചിട്ട് മാത്രമേ എല്ലാവരും പോകാവൂ എന്നറിയിക്കുന്നു. അപ്പോൾ ഇന്ന് പിതാവും വിശിഷ്ടാദികൾ നമ്മൾ താഴെ ഒരു ചെറിയ മുറിയിൽ നമ്മുടെ ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ തന്നെ വാഷ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടുന്ന് ഭക്ഷണം ഇവിടെ ഇരുന്ന് കഴിക്കുവാനുള്ള താല്പര്യമെടുക്കുന്നത് സ്നേഹത്തോടെ അറിയിക്കുന്നു. അതിലേക്ക് എല്ലാവരും ക്ഷണിച്ച് പങ്കുകാരാകണമെന്നുകൂടി അറിയിക്കുന്നു. ഔപചാരിക പേരിൽ ഇതിൻ്റെ നന്ദി രേഖപ്പെടുത്തുവാൻ MCAയുടെ ബത്തേരി രൂപതയുടെ അൽമായ പ്രസ്ഥാനമായ MCAയുടെ രൂപത ജനറൽ സെക്രട്ടറി ശ്രീ ഷാജി തോമസ് ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. പിതാവേ, വേദിയിലും സദസ്സിലുമുള്ള വൈദികരെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഭവനത്തിലെ കുടുംബാംഗങ്ങളെ, ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നല്ല ആശംസകൾ നേരുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ദിവസം ഒരിക്കൽ കൂടി ഇവിടെ ആയിരിക്കുവാനായിട്ട് സാധിച്ചതിൽ. വളരെ നല്ല വാക്കുകൾ കൊണ്ട് നമ്മുടെ ചിന്തകളെ ഉണർത്തുന്ന രീതിയിൽ നമ്മളോട് സംസാരിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ഏറെ പ്രിയപ്പെട്ട പിതാവ്, അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ കളക്ടർ ബഹുമാനപ്പെട്ട ഡോക്ടർ രേണുരാജ്, ശ്രീ IC ബാലകൃഷ്ണൻ, ശ്രീ T രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രത്യാശയുടെ പുതിയ നല്ല സന്ദേശങ്ങൾ, നല്ല വാക്കുകളൊക്കെ ഈ ചെറിയ ആഘോഷത്തിൻ്റെ ഇടയിൽ നമ്മളോട് പങ്കുവച്ചു. പരിപാടി പോലെ ഇത്ര നല്ല ഈ സ്നേഹത്തെ തന്ന നല്ല ദൈവത്തിന് ഈ ദിവസം നമുക്ക് നന്ദി പറയാം. എൻ്റെ കടമയവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ആഘോഷത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചിരിക്കുന്നത് പിതാവാണ്. ബത്തേരി ഭദ്രാസനത്തിൻ്റെ ഒരു പൊതു പരിപാടി എന്ന നിലയിൽ തന്നെയാണ് പിതാവ് ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിക്കുകയും പ്രത്യേകിച്ച് ഇന്നീ ദിവസം പിതാവ് മാറ്റിവെച്ചുകൊണ്ട് നമ്മളൊക്കെ ആയിരിക്കുവാനായിട്ട് നല്ല മനസ്സ് കാണിക്കുകയും നല്ല സന്ദേശങ്ങൾ നൽകുകയും ചെയ്ത പിതാവിന് തപോവനത്തിൻ്റെ പേരിലും MCAയുടെ പേരിലുമുള്ള എല്ലാവിധമായ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നല്ല വാക്കുകൾ നമുക്ക് സംസാരിച്ച് കടന്നുപോയ വയനാടിൻ്റെ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് IAS അവറുകളോടും തപോവനത്തിൻ്റെയും MCയുടെയും നന്ദി അറിയിക്കുകയാണ്. തപോവനത്തോട് ഇന്നും ചേർന്ന് നിൽക്കുന്ന സുൽത്താൻ ബത്തേരിയുടെ MLA ശ്രീ IC ബാലകൃഷ്ണൻ സാറിനോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നഗരസഭയുടെ ചെയർമാൻ TK രമേശ്, എന്തുകൊണ്ടും തപോവനത്തിൻ്റെ ഒന്നാമത് അവാർഡിന് അർഹത നേടിയ ബഹുമാനപ്പെട്ട ജോണി സാറിൻ്റെ പത്നി, ഈ വേദിയിലിരിക്കുന്ന വൈദികർ, MCAയുടെ രൂപത ആത്മീയ ഉപദേഷ്ടാവ് ഉൾപ്പെടെ രൂപത പ്രസിഡന്റ് ഉൾപ്പെടെ ക്ഷണിക്കപ്പെട്ട എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കുറച്ച് ആളുകളുണ്ട്, അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവുകയില്ല. ഇന്ന് ഈ നമ്മോടൊപ്പം
YMCയുടെയും OISCAയുടെയും യസ്മിൻ ക്ലബിൻ്റെയും അതുപോലെ എക്യുമെനിക്കൽ ഫോറത്തിൻ്റെയും ഒക്കെ പ്രവർത്തകർ, നമ്മുടെ തപോവനത്തിൻ്റെ സഹകാരികളാണ് ഇവരൊക്കെ. ക്ഷണിക്കപ്പെട്ട എല്ലാവരുടെ ഒപ്പം ഇവരും ഇന്നിവിടെ പങ്കാളികളായിരിക്കുകയാണ്. ഞാൻ നിങ്ങളെല്ലാവരെയും ഈ അവസരത്തിൽ ഹൃദയംഗമായി നന്ദി തപോവനത്തിൻ്റെയും MCAയുടെയും പേരിൽ രേഖപ്പെടുത്തുകയാണ്. പുൽക്കൂട് ഉണ്ടാക്കി നമ്മൾ സഹകരിച്ച പ്രവർത്തിച്ച ആ ഒരു നല്ല സന്മനസ് കാണിച്ച മർത്തനേഷ്യസ് ITIയിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, അതോടൊപ്പം തന്നെ നമ്മുടെ തപോവനത്തിൻ്റെ ബഹുമാനപ്പെട്ട അച്ഛൻ വിൻസെൻ്റ് അച്ഛൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി ഒത്തിരിയേറെ പ്രവർത്തിച്ച നമ്മുടെ ഐടെക്കിലെ സ്റ്റുഡൻസ് ഉണ്ട്, അവിടുത്തെ സ്റ്റാഫുണ്ട്, അവിടുത്തെ അച്ഛനുണ്ട്. എൻ്റെ ഏറെ പ്രിയപ്പെട്ട MCYMൻ്റെ രൂപത മേഖലാ പ്രവർത്തകരുണ്ട്. ഞങ്ങളെല്ലാവരെയും ഈ അവസരത്തിൽ ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അൽഫോൺസ കോളേജിലെ പ്രിൻസിപ്പൽ അനിൽകുമാർ സാറുണ്ട്, പ്രിയപ്പെട്ട നമ്മുടെ ക്രിസ്തുമന്ത്രിച്ചൻ ഉൾപ്പെടെയുള്ള എല്ലാ അച്ഛന്മാരെയും, വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും, ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഈ തപോവന അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പേരിലും MCAയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഞാൻ വിട്ടുപോയതാണ്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.